ആണിനും ആണിനും കല്യാണം കഴിക്കാനും പെണ്ണിനും പെണ്ണിനും കല്യാണം കഴിക്കാനും അവസരമുണ്ട്, അവകാശമുണ്ട്. എന്തുകൊണ്ടാണ് രക്ഷിതാക്കളെ നമ്മളെ മക്കളും നമ്മളെ നാടും നമ്മളെ കുടുംബവും ഇത്രയേറെ കൈവിട്ടു പോകാനുള്ള കാരണം? ഞാനൊരു നല്ല മുത്തക്കിയാണെന്ന് പൊളിക്കലങ്ങാടിയിലെ 10,000 പേര് സാക്ഷ്യപ്പെടുത്തിയാൽ എന്റെ കബറിലേക്ക് എനിക്ക് പുണ്യത്തിന്റെ കുത്തൊഴുക്കുണ്ടാകും എന്ന് ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല. ഈ ഉമ്മയുടെയോ ഉപ്പയുടെയോ സ്വത്ത് കണ്ടിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കുട്ടികളായിട്ട് ജീവിക്കണം, അത് കഴിഞ്ഞാൽ ഒരു പെണ്ണ് കെട്ടണം, പെണ്ണെട്ടിയാ പിന്നെ മക്കളെ പ്രസവിക്കണം, പ്രസവിച്ചാ പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം. മൂത്തോന്റെ മോക്ക് 10A+ കിട്ടി, ഓള് ബാംഗ്ലൂരിൽ പഠിക്കുക. ചെറിയ മക്കള് എനിക്ക് 10 സൂറത്ത് ഇങ്ങിട്ട് ഓതിത്തരും. മക്കളെയും മരുക്കളെയും കണക്കേ ഉള്ളൂ. പണം അല്ല മനുഷ്യന്റെ സമാധാനം ഒക്കെ പഠിച്ചോലാ നമ്മളെങ്കിലും പണം ലേശം കുറഞ്ഞാൽ നമ്മളെ തനി സ്വഭാവം കാണും. മോനെ പെണ്ണെട്ടിക്കാനായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കും എന്തേ ഇപ്പൊ ഡിമാൻഡ്? അതിന്റെ അമ്മ അങ്ങോട്ട് പറയും ഒരു ഡിമാൻഡും ഇല്ല. ഈ ചിന്തിക്കുന്നത് ചിലപ്പോ നബീസ ചോദിച്ച മാതിരി ഇങ്ങനെ ചോദിക്കുന്നൊക്കെയാണെ ഞങ്ങൾക്കതില്ല, ഞാൻ ഖുർആൻ ക്ലാസ്സിലൊക്കെ പോകുന്നോളാ. പക്ഷെ ആ വാപ്പ എന്താണോ ചിന്തിച്ചത് ആ ചിന്ത പോലും ചിന്തിക്കാത്ത മക്കള് വാപ്പാൻ 6 അടി മണ്ണിൽ വെച്ച ആ സെക്കൻഡ് മുതൽ ഓന്റെ മനസ്സിൽ ബേജാറാ. പിരികം വടിക്കുന്നവളെയും പിരികം വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും ഞാനല്ലട്ടോ, ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ വേണ്ടാന്ന് വെച്ചോ. അള്ളാന്റെ ഹബീബ് പറഞ്ഞതാ. ആദ്യം ബന്ധങ്ങളൊക്കെ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണം. ഇത് വലിയൊരു ലോകം 2 വാക്കിലേക്ക് ഒതുങ്ങി. ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ലോക്യത്തിനുണ്ട്. പിന്നെ ഇടക്കിടക്ക് പാർക്കാൻ പോലും കൂടാൻ പോലും ആരെടുത്താ? മൂത്തക്കാക്കന്റെ അടുത്ത്. അതെന്താ? ഓന് ഗൾഫിൽ ജോലിയൊക്കെ ഉണ്ട്, മോളെ കെട്ടിക്കാനും ആയിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർ ലോക്യം കൂടും, ചിരിക്കും, ബന്ധങ്ങൾ സ്ഥാപിക്കും. ഇന്നെന്താ നമ്മളിൽ ചിലരെ സ്വഭാവം? ഏട്ടൻ അനിയനെ കണ്ടൂടാ, അനിയൻ ഏട്ടനെ കണ്ടൂടാ, ഏട്ടന്റെ ഒക്കെ അനിയന്റെ ഓളെ കണ്ടൂടാ, അനിയന്റെ ഒക്കെ ഏട്ടന്റെ ഓളെ കണ്ടൂടാ. അതൊരു പൂതിയാ. ഈ ഇരിക്കുന്ന പലന്മാർക്കും അത് പൂതിയുണ്ട്. നാട്ടുകാരെ പേടിച്ചിട്ടാ. അല്ലെ ഒരു ഐസൊക്കെ വാങ്ങി ആടെ തന്നെ മൂഞ്ചണമെന്നുണ്ട്. പിന്നെ ഇറങ്ങാൻ നേരത്തെ ഒരു മനസാക്ഷി കുത്ത്. ഉമ്മനെയും കൂട്ടലേ കൂട്ടി ഉമ്മ ഉണ്ടാവും. പണ്ടാരെ എന്ത് തെറിച്ച മാതിരി കൂട്ടം തെറ്റി ആടിന്റെ മാതിരി ഒരു സീറ്റിന്റെ മൂലയിൽ ഓല് 4 ആളുകൂടി ഉണ്ടാവും കടിച്ചു പറിക്കുന്നത്. 4 ആൺമക്കൾ ഉണ്ടായിട്ടും ബാപ്പന്റെയും ഇമ്മന്റെയും കാര്യത്തെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ മക്കളാന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്ത് കാര്യമുള്ളത്? കാരണം വാപ്പാനെ തച്ച മോന്റെ കഥ കേട്ടിട്ടു അവസാനം തല്ല് കിട്ടിയ വാപ്പ നെറ്റിയും ചുണ്ടും പൊട്ടി ഹോസ്പിറ്റലിൽ പോയി തുന്നിട്ടിട്ട് ഫസ്റ്റ് വിളിച്ച ഇന്നെയാ. ചിലരൊക്കെ അങ്ങനെ ഇരുന്ന് പറയുന്നത് കാണാം, അമ്മക്ക് മരിയക്കളിയിൽ ഇന്നോടതിന് ഏറ്റവും ഇഷ്ടം, ഞാൻ എന്തേലും കൊടുത്താലേ തിന്നതിനും ഇന്നോട് വർത്താനം പറയാനും ഉമ്മക്ക് ഇഷ്ടമെന്നു. നാം മരിക്കുന്നത് വരെ നല്ലോണം ഒരു വർത്താനം പറഞ്ഞ് നോക്കിയിട്ടുണ്ടാകും. ഇതൊന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പറയാലോ. ചില മരിയക്കളെ വീട്ടിലേക്ക് ആദ്യത്തെ 10ന്റെ ഉള്ളിൽ തന്നെ പോകും. ഇതൊക്കെ ഏത് നയമാണ്? അള്ളാഹു ആയാലും. അപ്പൊ അങ്ങനെയൊക്കെയാ ഇസ്ലാമില്. ഇപ്പൊ പുതിയ പുതിയ നമ്മളെ നിയമങ്ങളാണല്ലോ. ഇഞ്ച മോക്ക് ഞാള് കൊടുത്തപ്പോ ഒന്നും നോക്കിയില്ല, ആടെ പോയി വാങ്ങിക്കൊടുത്തത്. ഇതെന്തിനാ പറയുന്നത്? മക്കള് മാസത്തിൽ ഒരിക്കലെങ്ങാ മോൻ ഓളയും കൂട്ടി പുറത്തു പോയിട്ട് ഒരു 5 മിനിറ്റ് നേരം വൈകിയ ഇല്ലാത്ത നുണകൾ കുത്തിപ്പറഞ്ഞിട്ട് പെങ്ങന്മാരെ വിളിച്ചിരുത്തുക. അതുകൊണ്ടൊക്കെയാ നാത്തൂമാർക്ക് ആങ്ങളുടെ ഓളെ കണ്ടൂടാ, ആങ്ങളുടെ ഒക്കെ നാത്തൂനെ കണ്ണെടുത്താ കണ്ടു. അഥവാ രഹസ്യമായിട്ടൊരു കൗൺസിലിംഗ് നടത്തിയപ്പോ ഭയപ്പെടുത്തുന്ന ചിന്തകൾ ആ മക്കളെ മനസ്സിലുണ്ട്. അവരാദ്യം കുത്തിവെച്ചത് എന്താണെന്നറിയോ? പെൺകുട്ടികളെ മനസ്സിലേക്ക്. പെൺകുട്ടികളെ, പെണ്ണിനെ കെട്ടിയാലും ആണിനെ കെട്ടിയാലും പ്രത്യേകിച്ച് പിന്നീട് ലൈംഗിക ബന്ധത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. മൂപ്പര് വരാനും നേരത്തെ വരും, കൊണ്ടുകിടക്കാനൊക്കെ എന്തൊരു പൂതിയായിരുന്നു. പന്തിമ പോകുമ്പോ എന്നോട് കൈ പിടിച്ച വയറ്റും ഇങ്ങനെ കെട്ടിച്ചോരെ ഇവിടെ പിടിച്ചാൽ മതി എന്ന് നോക്കാം. ഇത് ചെറിയ കളിയല്ല, അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ നമ്മളെ മക്കളെ. നിങ്ങളെ മോളെങ്ങനെ കാത്തിക്കാൻ ഒരുത്തം ബൈക്കുമായിട്ട് കുളിക്കല് സൈഡിലുണ്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തേച്ച് വരണം. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കല്യാണം കഴിയാത്ത ഒരു 40 വയസ്സേരിനെ നിങ്ങൾ ചോദിച്ചു നോക്കി, ഒക്കെ ജീവിതത്തിന് ഒരു അർത്ഥമല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു ധന്യമാക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ്, സംഗമത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. കരുത്തേകുന്ന മക്കൾ, കാവലാളാകുന്ന മാതാപിതാക്കൾ എന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ് പരിമിതമായ സമയത്തിനുള്ളിൽ ചില കാര്യങ്ങൾ പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയവും സന്ദർഭവും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കി, അവിടെയൊക്കെ ആണിനും ആണിനും കല്യാണം കഴിക്കാനും പെണ്ണിനും പെണ്ണിനും കല്യാണം കഴിക്കാനും അവസരമുണ്ട്, അവകാശമുണ്ട് എന്നൊക്കെ അത്ഭുതത്തോടെ വായിച്ചിരുന്ന നമ്മളെ നാട്ടിൽ ഇന്ന് പെണ്ണും പെണ്ണും ആണും ആണും, ഇനി അതല്ലെങ്കിൽ മൃഗങ്ങളാണെങ്കിൽ പോലും വിവാഹം കഴിക്കാം എന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു ഭാഗത്ത് വിശ്വാസപരമായി, സാംസ്കാരികപരമായി അധപ്പതനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് ഈ ഉമ്മത്ത്, കേരളീയ ജനതയിലെ ഭൂരിപക്ഷം ആളുകളും പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് നിരീശ്വരവാദവും യുക്തിവാദവും ലിബറൽ ചിന്താഗതികളും നമ്മളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏക സിവിൽ കോഡിനെ കുറിച്ചും 2 പെൺകുട്ടികൾ മാത്രം വിവാഹം കഴിക്കുന്നതിനെ കുറിച്ചും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികൾ പോലും പറയുന്നു, അതൊക്കെ നല്ലതല്ലേ, അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ, ഞങ്ങൾക്ക് പാന്റ് ഇടണം എന്ന് ചോദിയാൽ പാന്റ് ഇടുന്നതിനെന്താ, ഞങ്ങൾക്ക് നെരിയാണിക്ക് മുകളിലേക്ക് ജീൻസ് ഉടുക്കണമെന്ന് പറഞ്ഞാൽ അതിൽ കുറ്റം കാണുന്നതിനെന്താ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ നാടും നമ്മളെ മക്കളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കൊള്ളയും കൊലയും ചതിയും വഞ്ചനയും വ്യാപകമാകുന്നു. ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യമാര്, ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭർത്താക്കന്മാര്, പരസ്പരം വഞ്ചിച്ചും മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതിനു പകരം മാതാപിതാക്കളെ ചവിട്ടിത്തേച്ചും, മക്കളോട് നീതി കാണിക്കേണ്ടതിനു പകരം മക്കളുടെ പണം നോക്കി മരുമക്കളുടെ പേരിൽ അകലം കാണിച്ചും ബന്ധങ്ങളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഏറെ സങ്കടകരമായൊരവസ്ഥയാണ് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിലേക്ക് സിറിഞ്ചുകളിലൂടെ കുത്തിത്തായ്ത്തലും ഒക്കെ ആണത്തത്തിന്റെ ലക്ഷണമാണെന്നും, അതുകൊണ്ട് ആൺപെൺ വ്യത്യാസമില്ലാതെ കള്ളിലും കഞ്ചാവിലും ലഹരിയിലും മാരകമായ വ്യത്യസ്ത പദാർത്ഥങ്ങളിലും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നാടിന്റെയും കുടുംബത്തിന്റെയും തീരാത്ത തലവേദനയായിക്കൊണ്ടിരിക്കുന്ന നിരവധി യൗവനങ്ങളെ, കൗമാരങ്ങളെ നമുക്ക് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും കാണാൻ സാധിക്കും. പക്ഷെ ഇതിലൊക്കെ ഏറെ സങ്കടകരം, ഇതിന്റെയൊക്കെ മുൻപന്തിയിലുള്ളത് പലപ്പോഴും ഉമ്മത്ത് മുഹമ്മദ് എന്ന് അവകാശപ്പെടുന്ന പവിത്രമാക്കപ്പെട്ട നമ്മളിൽ ചിലർ കൂടിയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് രക്ഷിതാക്കളെ നമ്മളെ മക്കളും നമ്മളെ നാടും നമ്മളെ കുടുംബവും ഇത്രയേറെ കൈവിട്ടു പോകാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിലും അധപ്പതനത്തിലും നമ്മളെ തലമുറകളാവാനുള്ള കാരണം? ആ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്ന മറുപടി, ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാം 2 കൈയും നീട്ടി ലോകം സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആ ഇസ്ലാം ജനിച്ച അന്ന് മുതൽ കിട്ടിയ നമ്മളിൽ പലർക്കും ആ മതത്തിന്റെ ഗൗരവത്തെ പറ്റിയോ, ആ മതം ലോകത്തിന് കൊടുക്കുന്ന സമാധാനത്തെ പറ്റിയോ, ആ മതം സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ പറ്റിയോ, ആ മതത്തോടുകൂടി സമാധാനത്തോടെ ജീവിക്കേണ്ട ജീവിത സംസ്കാരത്തെ പറ്റിയോ നമ്മളിൽ പലരും കൃത്യമായി മനസ്സിലാക്കാതിരിക്കുകയും കേവലം പേരിന് മാത്രം മുസൽമാനായി ചടയുകയും വസ്ത്രങ്ങളിലും ഇബാദത്തുകളിലും മാത്രം മുസ്ലിമിന്റെ ചിഹ്നങ്ങൾ കാണിക്കുകയും ചെയ്തു എന്നൊരൊറ്റ കാരണത്തിന്റെ പേരിലാ നമസ്കാരം നന്നായ വാപ്പാന്റെ മക്കൾ ഇന്ന് കഞ്ചാവിന്റെ അടിമയിലേക്ക് പോകാനുള്ള കാരണം. സലഫി പർദ്ദയും മഫ്തയും ധരിച്ചിട്ടും ഇന്നും ഭർത്താവിനെ വഞ്ചിക്കുകയും വൃത്തികെട്ട ജീവിത സംസ്കാരത്തിലൂടെ സ്വന്തം നാവ് പോലും നിയന്ത്രിക്കാൻ ഒരു പെണ്ണിനും ഉമ്മാക്കും മക്കൾക്കും പറ്റാതാവാനുള്ള കാരണം പലർക്കും മതം അവരുടെ ജീവിതത്തിന്റെ ഇബാദത്തുകളിലേയുള്ളൂ, നമസ്കാരത്തിലും നോമ്പിലും മറ്റുള്ള കർമ്മങ്ങളിലും മാത്രം. പക്ഷേ ആ മതം ഒരാളുടെ സ്വഭാവത്തോട് ചേർത്ത് നിർത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ആ മതത്തിന്റെ കൃത്യമായ ഭാഗങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ ഏതു മനുഷ്യനും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിനാ അല്ലാഹു തആല നമ്മളെ ഓർമ്മപ്പെടുത്തിയതും, നിങ്ങൾ റബ്ബിന്റെ ദീനിനെ സ്വീകരിക്കേണ്ടത് ദുനിയാവിലെ കുറച്ചു പേരുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാവരുത്. ഞാനൊരു നല്ല മുത്തഖിയാണെന്ന് പൊളിക്കലങ്ങാടിയിലെ 10,000 പേര് സാക്ഷ്യപ്പെടുത്തിയാൽ എന്റെ കബറിലേക്ക് എനിക്ക് പുണ്യത്തിന്റെ കുത്തൊഴുക്കുണ്ടാകും എന്ന് ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചിട്ടില്ല. എന്റെ കുടുംബത്തിലും തറവാട്ടിലും 100 കണക്കിന് പെണ്ണുങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എനിക്ക് മയ്യത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്റെ കബറിലേക്ക് കൂലി കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാകാൻ പാടില്ല. മറിച്ച് ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പോ മനസ്സമാധാനത്തോടെ റബ്ബിന്റെ മുൻപിൽ നിൽക്കാൻ, എനിക്ക് തന്ന ജീവിതത്തിന്റെ കണക്ക് റബ്ബ് ചോദിക്കുമ്പോ സന്തോഷത്തോടു കൂടി റബ്ബിനോട് കണക്ക് പറയാൻ, എനിക്കെന്റെ റബ്ബ് തന്ന ജീവിതത്തിൽ ഉത്തരമുണ്ട് എന്ന ബോധമായിരിക്കണം
നമ്മളെ ജീവിതത്തെയും നമ്മളെ കുടുംബത്തെയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഒരുക്കുന്ന ആദ്യത്തെ വാതിൽ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ മണ്ണുപേക്ഷിക്കേണ്ടി വരും. എനിക്ക് പ്രതീക്ഷകളുണ്ട്. എന്റെ മൂത്ത മകളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ കൈപിടിച്ചെടുക്കാൻ എനിക്ക് പ്രതീക്ഷ ഉണ്ട്. എന്റെ രണ്ടാമത്തെ മക്കളെ പഠിപ്പിച്ച് ഡിഗ്രി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പ്രതീക്ഷ ഉണ്ട്. എന്റെ ഭാര്യ മരിക്കുന്നതിന്റെ മുൻപ് ഞാൻ മരിക്കണം എന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ട്. എനിക്ക് എന്റെ ഉമ്മാക്കും വാപ്പാക്കും നല്ല യാത്രയപ്പ് കൊടുക്കണം എന്ന് പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഇതൊക്കെ എനിക്ക് സ്വപ്നം കാണാനേ പറ്റൂ. എനിക്ക് കിട്ടും ഉറപ്പുള്ളത് ഇനി എന്തുമാത്ര എന്റെ മരണം. അത് ഞാൻ എത്ര വേണ്ടാന്ന് വെച്ചാലും ആ മരണം എന്നെ കൊണ്ടുപോകുന്ന ഒരു ദിവസം അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും. മിൻഹാ ഖലഖനാകും, നിങ്ങൾ ആ മണ്ണിൽ നിന്നാണ് വന്നതെങ്കിൽ വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. അത് റബ്ബിന്റെ കൽപ്പനയാ. പലപ്പോഴും നമ്മളിലുള്ള ചില ആളുകളോട് ചോദിക്കാറില്ലേ മറ്റു ചിലര് എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കാറുണ്ട്. ആ സമയത്ത് ചില ഉമ്മാരൊക്കെ പറയും 10-65 വയസ്സായി, ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി പടച്ചോൻ വിളിച്ചാൽ അങ്ങ് പോണം, മക്കളെയൊക്കെ കെട്ടിച്ചു, മക്കളെയൊക്കെ പഠിപ്പിച്ചു, എല്ലോ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പൊ പടച്ചോൻ വിളിച്ചാൽ അങ്ങ് പോണം എന്നൊരു മോഹവുമായിട്ടിരിക്കുക പലരും. 65 വയസ്സും 75 വയസ്സും ഇനി 50 വയസ്സാണെങ്കിൽ പോലും നമ്മൾക്കതാണ് മറുപടിയെങ്കിൽ നമ്മൾ 50 കൊല്ലം ജീവിച്ചതല്ല. നമ്മളെ ഖബറിലേക്കുള്ള യാത്ര 50 കൊല്ലം അവസാനിച്ചതാ. അതുകൊണ്ടാ റബ്ബ് പറഞ്ഞതും വഫീഹാ നുഈദുക്കും, നിങ്ങൾ മടങ്ങുന്നത് റബ്ബിന്റെ ഖബറിലേക്കാ. ഓരോ ദിവസം തീരുന്നതും നമ്മളെ ഖബറിലേക്കാ. ആ ഖബറിലേക്ക് ചെന്ന് കയറുന്നതോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയൊരു സമാധാന. ദുരിതങ്ങളോ സങ്കടങ്ങളോ പരീക്ഷണങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇതൊന്നും ഇല്ലാത്തതാണ് മരണമെങ്കിൽ, മരണത്തോടുകൂടി ഇതൊക്കെ അങ്ങോട്ട് അവസാനിക്കുമെങ്കിൽ മരണം വലിയ സമാധാന. ഒരു ബാധ്യതകളില്ല, ഒരു വേദനയില്ല, ഒരു സങ്കടങ്ങളില്ല, ആരോടും കണക്ക് പറയേണ്ടതില്ല. ഇക്കാലം അത്രയും ചെയ്തു കൂട്ടിയതിനെ പറ്റി ആരും ഒന്നും ചോദിക്കാനില്ലെങ്കിൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ സമാധാനമാ. പക്ഷെ തൊട്ടടുത്ത വചനത്തിലൂടെ അള്ളാഹു പറയുന്നു വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ, ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ഇതേ രീതിയിൽ കടന്നു വരേണ്ടി വരും. ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടും. ആ പുനർജീവിപ്പിക്കപ്പെടുന്ന സമയത്ത് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉത്തരമുണ്ടാകണം. ആ ചോദ്യങ്ങളിൽ ഉത്തരം പരാജയപ്പെട്ടു പോയാൽ നിങ്ങളെ ആരൊക്കെ യാത്രയാക്കിയാലും എത്രയേറെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പിന്നീടുള്ള ജീവിതം ഏറെ ദുസ്സഹമായിരിക്കും. സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളുടെ ആ യാത്രയെ പറ്റി? പലപ്പോഴും നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെയും സ്വപ്നത്തിന്റെയും ഇടയിലൊക്കെ ഇടക്ക് നമ്മളുടെ മരണത്തെ പറ്റിയൊക്കെ ഒന്ന് ഇടക്കിടക്കൊന്ന് ആലോചിച്ച് നോക്കണം. മരിക്കുന്ന നിങ്ങളാണെന്ന് വിചാരിക്കുക. ഈ കാണുന്ന സന്തോഷത്തോടുകൂടി ഈ ദുനിയാവിൽ ജീവിച്ച് അവസാനം എല്ലാ ബാധ്യതയും ഒരവകാശവും ഇല്ലാതെ പടച്ചോന്റെ മണ്ണിലേക്ക് പോകുന്നതിന്റെ തൊട്ടു മുൻപുള്ള കുറച്ച് നിമിഷങ്ങളുണ്ട്. മരിച്ച നമ്മളുടെ മയ്യത്ത് വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ഒരു കട്ടിലുമിൽ ഇങ്ങനെ നീണ്ടു നവർന്ന് കിടക്കും. സങ്കടപ്പെട്ട് വിതുമ്പുന്ന പെൺകുട്ടികൾ അകത്തേതോ കട്ടിലിൽ കിടന്ന് കരയും. നമ്മളെ ഭർത്താക്കന്മാരൊരു കയ്യിലെ തോർത്തുമുണ്ടോ ഒരു ടവലോ പിടിച്ച് വീട്ടിന്റെ കൊലായില് സിറ്റ് ഔട്ടിൽ ഒരു കസേരയിൽ ഇരിക്കും. ഉമ്മാനെ പറ്റിയുള്ള വെപ്രാളത്തിൽ ആൺകുട്ടികൾ എവിടെയോ ഇരുന്ന് കരയും. വാർത്ത നാട്ടിലൊക്കെ പടരുമ്പം ഓരോരുത്തരും നമ്മളെ വീട്ടിന്റെ അകത്തേക്ക് വരും. നമ്മളെ മയ്യത്തിന്റെ മുഖം കണ്ട് മാറി നിൽക്കുമ്പോ ആ മനുഷ്യന് കൊടുക്കുന്ന ഈ ദുനിയാവിലെ അവസാനത്തെ കുളിപ്പിക്കലിനും അവസാനത്തെ യാത്രയപ്പിനും എല്ലാവരും ജാഗ്രതയോടെ കാത്തിരിക്കും. മറക്കുള്ളിലേക്ക് കൊണ്ടുപോയി നമ്മൾ ഒറ്റക്ക് കുളിച്ചിരുന്ന കാലം വരെ മറ്റുള്ളവർ നമ്മളെ കുളിപ്പിച്ച് അന്ന് വരെ ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളെ മറ്റുള്ളവർ ഇടത് കൈയിൽ ശീല ചുറ്റി വയറമർത്തി വിസർജിപ്പിച്ച് ഒരു പുതുമണവാട്ടിയെപ്പോലെ വീട്ടിന്റെ ഡൈനിങ് ഹാളിലേക്ക് തിരിച്ചു കൊണ്ടുവെക്കുമ്പോ അന്ന് നമ്മളോട് സംസാരിക്കാത്തവരും പകയുള്ളവരും വെറുപ്പുള്ളവരുമായ സർവ്വ മനുഷ്യരും നമ്മളെ മയ്യത്തിന്റെ അരികിൽ വന്ന് നമുക്ക് വേണ്ടി യാത്രയപ്പ് തരും, മയ്യത്തിസ്കരിക്കും. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല ഒരു മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് എന്ന്. 6 അടി മണ്ണിലേക്ക് ആ മയ്യത്ത് ഇറക്കി വെച്ചതിന് ശേഷം ആ മയ്യത്തിന്റെ മേലെ കുറച്ച് മേലെ ഒരു സ്ലേവ് ഇട്ട് മൂടും. ആ സ്ലേവുമ്മേലേക്കാ പിന്നെ ഓരോരുത്തരും മണ്ണ് വാരിയിടുക. 3ാമത്തെ പിടി മണ്ണും ആ ഒരു ഖബറും പുറത്തേക്ക് വീഴുമ്പോ ഒരു ഭാഗത്ത് നിന്നൊരാൾ ചൊല്ലിത്തുടങ്ങുന്നുണ്ടാകും നമുക്കുള്ള യാത്രയപ്പ്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്,
അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ ഈ ഖബർ കിടക്കുന്ന നിന്റെ ഭാര്യ റബ്ബേ ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പൊപ്പിച്ച് എന്നോട് ചേർന്ന് നിന്നവളാ റബ്ബേ എന്റെ ചാരത്ത് ഉറങ്ങിയവളാ റബ്ബേ ഇതെന്റെ ഉമ്മയാ റബ്ബേ ഇതെന്റെ മാതാവാണ് റബ്ബേ ഇതെന്റെ പെങ്ങളാണ് റബ്ബേ സബ്ബിതുഹു ഇൻദ സുആൽ റബ്ബേ ആ ഉമ്മാക്ക് ഇനി ഒരു ധൈര്യം കൊടുക്കണം എന്റെ ഖബറിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ധൈര്യം പടച്ചോനെ ഇങ്ങി കൊടുക്കണം അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് റബ്ബേ നീ ചോദിക്കുന്ന ചോദ്യത്തിന് അല്ലാഹുവിനോട് കൃത്യമായി മറുപടി പറയാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ അല്ലാഹുവേ ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകത ആ ഖബറാളിയെ ബോധ്യപ്പെടുത്താൻ ഖബറിന്റെ രണ്ട് ഭാഗങ്ങളും പടച്ചോൻ ഇടുക്കി കളയും ആ ഇടുക്കിക്കളയുന്ന സമയത്ത് ഖബറിന്റെ വേദനയോടെ രണ്ട് വാരിയെല്ലുകൾ കോർത്തു പോകുമാറ് ഖബറാളി ഖബർ കിടന്ന് കരയും അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി പടച്ചോനെ ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ ഖബറാളിയെ ഇങ്ങി കാക്കണേ റബ്ബേ ഇതൊക്കെ എനിക്കിങ്ങൾക്കും അനുഭവിക്കാനുള്ളതാ ഈ ഖബറിന്റെ വേദനയിൽ നിന്നൊന്നും നമ്മൾ ആരും രക്ഷപ്പെടൂല ആ വേദന പടച്ചോൻ എല്ലാവർക്കും കൊടുക്കുന്നതാ അതുകൊണ്ടാ ഒരിക്കൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണീരോടെ പറയുന്ന ഒരു വാക്കുണ്ട് ആർക്കെങ്കിലും ഖബറിന്റെ ഇടുങ്ങലിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുമായിരുന്നെങ്കിൽ എന്റെ സഅദിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയായിരുന്നു അതെന്തുകൊണ്ടാണെന്നറിയോ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മദീനയിലെ പേര് കേട്ടൊരു ഗുണ്ടയായിരുന്നു ആരെന്ത് പറഞ്ഞാലും സഅദ് ചെയ്യും അന്ന് ഇസ്ലാമിക ലോകത്തേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടില്ല ആ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും ദഅവത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നത് പറഞ്ഞാ തീരാത്ത ചരിത്രങ്ങളാ ഇസ്ലാമിക ലോകത്ത് മക്കളോടാ ഞാൻ പറയുന്നത് മാതാപിതാക്കളുടെ മുൻപിൽ ജീവിതം കൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗം വെട്ടിത്തെളിക്കാൻ ആ സഹാബത്തിന്റെ മക്കൾ കാണിച്ച പ്രവാചകന്റെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ കാണിച്ച മഹോത്തരമായ ചരിത്രങ്ങള് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ചരിത്രം പറയുന്നുണ്ട് ദിവസം 3 നേരം പട്ടിന്റെ വസ്ത്രം മാറും ശരീരത്തിൽ പുരട്ടിയിരുന്ന സുഗന്ധങ്ങൾ മക്കയിലെ തെരുവിലൂടെ മിസ്അബ് യാത്ര ചെയ്താലും മണിക്കൂറുകളോളം തങ്ങി നിൽക്കും മിസ്അബ് എന്ന ചെറുപ്പക്കാരന്റെ നോട്ടം കിട്ടാൻ വേണ്ടി മക്കയിലെ കുലീനകളായ തറവാട്ടിൽ പറന്ന സ്ത്രീകൾ പോലും ഭർത്താക്കന്മാരെ അവഗണിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ വന്ന് കാത്തിരുന്നിരുന്നു മിസ്അബിനെ ഒന്ന് കാണാൻ കാരണം ആരോഗ്യ ദൃഢഗാത്രനും വെളുത്തു തുടുത്തു സുന്ദരനുമായ മിസ്അബിനെ പലപ്പോഴും സഹാബത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അപരൻ അത്രക്ക് സൗന്ദര്യായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് ആ മിസ്അബ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ പുറത്തിറങ്ങാതെ അകത്ത് അടച്ചിരിക്കുമ്പോ ഒരിക്കലും ഉമ്മ ചോദിച്ചു മോനെ എന്തേ എനക്ക് പറ്റിയത് സമ്പത്തിന്റെ കുറവ് എനക്കില്ല യാതൊരുവിധ പ്രശ്നങ്ങളും നിനക്കില്ല പിന്നെന്തിനാ മോനെ നീ വീട്ടിന്റെ അകത്തന്നെ എങ്ങനെ ഇരിക്കണ് മിസ്അബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു ഉമ്മ നിങ്ങളൊക്കെ വെറുക്കുന്ന മുഹമ്മദിന്റെ മാർഗം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ഉമ്മ അന്ന് വരെ മകനോട് ദേഷ്യപ്പെടാത്ത മാതാവ് മകന്റെ മുഖത്തു നോക്കി ഗർജിച്ചു തിരിച്ചു പറഞ്ഞു മോനെ ഈ ഉമ്മയുടെയോ ഉപ്പയുടെയോ സ്വത്ത് കണ്ടിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ മുഹമ്മദിന്റെ മാർഗം ഒഴിവാക്കാത്ത വരാത്ത കാലത്തോളം ഒരു ചില്ലിക്കാശ് ഉമ്മാന്റെതോ ഉപ്പാന്റെതോ എനക്ക് തരൂല അത് കേട്ട സെക്കൻഡിൽ മിസ്അബ് റളിയല്ലാഹു അൻഹു താൻ ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടൊന്ന് പെരടിയിലേക്ക് വലിച്ചു കെട്ടിയിട്ട് പറഞ്ഞു മാ ഞാൻ ഈ ഉടുമുണ്ട് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ ഈ ഉടുമുണ്ടല്ലാത്തൊരു ഇരുമ്പിന്റെ കഷണം പോലും എന്റെ കയ്യിലില്ല ഉമ്മ എനിക്കുമ്മാന്റെ സ്വത്തുക്കൾ വേണ്ട എനിക്കെന്റെ വാപ്പാന്റെ സ്വത്തുക്കൾ വേണ്ട ഞാൻ എന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മാർഗം സ്വീകരിച്ച് ആ മാർഗത്തിലേക്ക് പുറപ്പെടുകയാണ് ഉമ്മ അന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴത് ഒരൊറ്റ തുണി മാത്രമാണ് അവസാനം മാസങ്ങൾക്ക് ശേഷമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ദഅവത്തിന് വേണ്ടിയിട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത് ആ മദീനയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് സഹാബത്ത് പറയുന്നുണ്ട് മദീനയിലേക്ക് നടന്നു പോകുന്ന മിസ്അബിനെ പിന്നൊന്ന് നോക്കിയാൽ ഞങ്ങൾക്ക് തോന്നും അത് റസൂലാണോ എന്ന് കാരണം അള്ളാന്റെ റസൂലിന്റെ മാതിരി വെളുപ്പാണ്
ചുവന്ന തുടുത്ത വെളുപ്പുണ്ട് മിസ്അബിന്. അദ്ദേഹത്തിന്റെ പെരടിയുടെ പകുതി ഭാഗത്തേക്ക് മുടിയിറങ്ങിയിട്ടുണ്ട്. കൈയുടെയും കാലിന്റെയും മാംസപേശികൾ ഏതൊരാണിനെയും ആകർഷിക്കുമാറ് മദീന എന്ന മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം പോകുന്നത് കണ്ടപ്പോ ഞങ്ങൾ പിന്നിൽ നിന്നും അസൂയയോടെ പറഞ്ഞിട്ടുണ്ട്, മിസ്അബാര് റസൂലാര് എന്ന് തെറ്റിദ്ധരിക്കുന്ന ശരീരമാണ് അവർക്ക് രണ്ടുപേർക്കും. മാസങ്ങൾക്ക് ശേഷം മദീനയിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോ അള്ളാഹുവിന്റെ റസൂലുള്ള പറയുന്നുണ്ട് മിസ്അബിനോട്, മോനെ മിസ്അബേ, നീ പോകുന്നത് പടച്ചോന്റെ ദീൻ അറിയിക്കാനാ. അങ്ങനെ മദീനയിലെത്തിയ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി മക്കക്കാര് തെരഞ്ഞെടുത്ത വ്യക്തിയാ സഅദ്. തന്റെ കയ്യിലുള്ള കടാര പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത രൂപത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്നും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വരുമ്പോ ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ മനോഹരമായ ചിന്തകളിൽ പലപ്പോഴും സഅദ് ബിൻ മുആദിന്റെ കൈ പോലും മറന്നുപോയി. അന്ന് വൈകുന്നേരം സഅദ് ബിൻ മുആദ് ശത്രുക്കളോട് ചെന്നു പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ കൊല്ലാൻ പറ്റിയിട്ടില്ല, എനിക്ക് മിസ്അബിനെ കൊല്ലാൻ പറ്റിയിട്ടില്ല, ഞാൻ നാളെ കൊല്ലും. പിറ്റേ ദിവസവും വിഷം പുരട്ടിയ കടാരയുമായി വന്നു. അന്നും വൈകുന്നേരം വരെ ഇരുന്നു. മിസ്അബിന്റെ ഖുർആനിക വചനം കേട്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാണ്ട് ബേജാറാവാൻ തുടങ്ങി. മൂന്നാമത്തെ ദിവസം തന്റെ കയ്യിലുള്ള കടാര മദീനയിലെ മണലിലേക്ക് വലിച്ചെറിഞ്ഞ് ഓടി വന്ന് മിസ്അബിനെ കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മിസ്അബേ, ഇത്ര മനോഹരമാണ് അള്ളാഹുവിന്റെ ഖുർആനെങ്കിൽ, ഇത്ര സമാധാനമാണ് റബ്ബിന്റെ മതമെങ്കിൽ എനിക്ക് ആ മതം വേണം, എനിക്ക് നിങ്ങളുടെ പ്രവാചകനെ ഒന്ന് കാണണം. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സഅദ് ബിൻ മുആദിന്റെ അന്നത്തെ പ്രായം 30 വയസ്സാ. 30ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ആ 34ാമത്തെ വയസ്സിൽ ബദർ യുദ്ധം ആരംഭിക്കുന്നത്. അന്ന് ബദർ യുദ്ധത്തിന് അള്ളാഹുവിന്റെ ഹബീബ് പുറപ്പെടുമ്പോ മദീനക്കാരുടെ നേതാവായി രണ്ടാമതൊന്നും ആലോചിക്കാതെ റസൂലുള്ള തെരഞ്ഞെടുത്തത് ഇതേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെയാ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ പിന്നിൽ ഭാഗത്ത് അൻസാരികളെ നിർത്തി ഇസ്ലാമിന്റെ പതാക സഅദിന്റെ കയ്യിലേക്ക് കൊടുത്ത് അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട്, സഅദേ, ഇത് പ്രവാചകന്റെ പതാകയല്ല, ഇത് അള്ളാഹുവിന്റെ ദീനിന്റെ പതാകയാ. അതുകൊണ്ട് സഅദേ, ഈ പതാകയും പിടിച്ച് താങ്കൾ എന്നോടൊപ്പം ബദറിലേക്ക് പുറപ്പെടണം. തന്റെ സഹാബത്തിനെയും കുട്ടി ബദറിലേക്ക് പുറപ്പെട്ട റസൂലുള്ള കാണുന്നത് 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തെ മറുഭാഗത്ത്, എതിർഭാഗത്തുള്ള 314 പട്ടിണി സഹാബത്തിനെയും കൂട്ടി ശത്രുഭാഗത്തെ കണ്ട റസൂലുള്ള കണ്ണു നിറഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇതേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ അരികിൽ വന്ന് ചോദിച്ചു, എന്തിനാ നബിയെ നിങ്ങൾക്കൊരു ബേജാറ്? റസൂലുള്ള തിരിച്ചു ചോദിച്ചു, സഅദേ, മദീനക്കാരെ കൂട്ടിക്കൊണ്ടുവന്ന് മുഹമ്മദ് കൊലക്ക് കൊടുത്തു, കൊല്ലാൻ കൊണ്ടുവന്നതാ മുഹമ്മദ് മദീനക്കാരെ എന്ന് ഒരിക്കലും പറയരുതേ സഅദേ. യുദ്ധം വേണമെങ്കിൽ യുദ്ധം ചെയ്യാം, ജീവിക്കാൻ ഭയമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ മരണത്തെ പേടിയുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു മദീനയിലേക്ക് തന്നെ പോകാം. അന്ന് ആളുകളും റസൂലുള്ളാന്റെയും സഅദിന്റെയും മുഖത്തേക്ക് നോക്കുമ്പം അൻസാരികളുടെ മുകുട്ടത്തിൽ നിന്ന് റസൂലുള്ളാന്റെ മുൻപിലേക്ക് വന്ന് അള്ളാന്റെ പ്രവാചകന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ അവസാനത്തെ പ്രാണന്റെ ജീവന്റെ തുടിപ്പം നശിച്ചാലല്ലാതെ നിങ്ങളെ ഞാൻ അവർക്ക് കൊടുക്കില്ല റസൂലേ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ ബദറിൽ വെച്ച് സന്തോഷിപ്പിച്ചപ്പോ ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ചുണ്ടി റസൂലുള്ളാഹ് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ റബ്ബിന്റെ പരിപാവനമായ ജന്നാത്തുൽ ഫിർദൗസിൽ എന്റെ അയൽക്കാരനാണ് എന്റെ സഅദ്. അത്രക്ക് സ്ഥാനം. ആ സഅദ് ബിൻ മുആദ് മരിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് മറമാടാൻ പോകുമ്പം ആ ഖബർ നോക്കി കണ്ണീരോടെ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ, ആ ഇടുങ്ങലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നെങ്കിൽ എന്റെ സഅദിന് രക്ഷപ്പെടാൻ പറ്റിയായിരുന്നു. അഥവാ ആ ഖബറിലേക്ക് ചേർത്ത് വെച്ച വേദനയുമായി പിന്നീട് അങ്ങോട്ട് അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ രക്ഷപ്പെടാൻ നമ്മൾക്ക് സാധിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത് എന്തിനാന്ന് ചിന്തിക്കണം. എന്തിനു വന്നതാ ഈ ദുനിയാവിലേക്ക്? നമ്മൾ എന്തിനു വന്നതാ? കുറച്ച് കുട്ടികളായിട്ട് ജീവിക്കണം, അത് കഴിഞ്ഞാൽ ഒരു പെണ്ണെട്ടണം, പെണ്ണെട്ടിയാ പിന്നെ മക്കളെ പ്രസവിക്കണം, പ്രസവിച്ചാൽ പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം, പിന്നെ വയസ്സായി കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തങ്ങ് മരിച്ചു പോകണം. ഇത്രേ ഉള്ളൂ പലർക്കും ജീവിതത്തില്. അതിനുവേണ്ടി മാത്രം ആ പടച്ചോൻ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് എന്നൊരു ധാരണ. അതുകൊണ്ടാ പലർക്കും ദുനിയാവ് മതി, ദുനിയാവ് സമ്പാദിക്കാനുള്ള ഓട്ടത്തില. എന്തൊക്കെയാ ഇക്കണ്ട കാലഘട്ടത്തിന്റെ ഇടക്ക് സമ്പാദിച്ചതെന്ന് ചോദിച്ചാൽ ചില ഉമ്മാര് പറയലില്ലേ, 2 പെൺകുട്ടികളുണ്ട്, ഒന്നിനെ ഞാൻ ചെറുകാവിലേക്കും കെട്ടിച്ചു, ഒന്നിനെ പുളിക്കലങ്ങാടിയിലേക്കും കെട്ടിച്ചു. 2 ആൺകുട്ടികളുള്ളത്, ഒന്ന് രാമനാട്ടുകരയിൽ നിന്നും കെട്ടി, വേറൊരുത്തൻ കൊണ്ടോട്ടിയിൽ കെട്ടി. എല്ലാരും നല്ല നിലയിലായതുകൊണ്ട് ഇപ്പൊ വലിയ സമാധാന. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ, അതേ ഉള്ളൂ പറയാൻ. മൂത്തോന്റെ മോക്ക് 10 A+ കിട്ടി, ഓള് ബാംഗ്ലൂരിൽ പഠിക്കുക.
ഇളയോന്റെ മോള് ഇന്ന സ്ഥാപനത്തിലുണ്ട്, ചെറിയ മക്കള് എനിക്ക് 10 സൂറത്ത് ഇങ്ങിട്ട് ഓതിത്തരും. മക്കളെയും മരുക്കളെയും കണക്കേ ഉള്ളൂ. എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ, നാളെ പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോ ആ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ നമ്മളെ കയ്യിൽ എന്താ ഉള്ളത്? ദുനിയാവിന്റെ ഓട്ടത്തിനിടയിൽ പടച്ചോന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ ആർക്കും ഒന്നുമില്ല. ചിലർക്ക് പണമാ മുഖ്യം. അതുകൊണ്ട് ആ പണത്തിന് വേണ്ടിയിട്ട് എന്ത് സ്വഭാവം അവര് കാണിക്കുന്നത്. പണം വേണ്ട, പണം അല്ല മനുഷ്യന്റെ സമാധാനം ഒക്കെ പഠിച്ചോലാ നമ്മളെങ്കിലും പണം ലേശം കുറഞ്ഞാൽ നമ്മളെ തനി സ്വഭാവം കാണും. ഞാനൊക്കെ പറയാറുണ്ട്, കല്യാണത്തിന് ആദ്യം അമ്മ അങ്ങോട്ട് പറയും കുടുംബക്കാരോട്, മോനെ പെണ്ണട്ടിക്കാനായിട്ടുണ്ട്. അപ്പൊ എല്ലാരും ചോദിക്കും എന്താ ഇപ്പൊ ഡിമാൻഡ്? അതിന് അമ്മ അങ്ങോട്ട് പറയും ഒരു ഡിമാൻഡും ഇല്ല. കേൾക്കുമ്പോ നമ്മളും വിചാരിക്കും ഖുർആന്റെ നടുക്കഷ്ണാണ്. എല്ലാരും അങ്ങനെയാന്നല്ലോ. ഒരു ഡിമാൻഡും ഇല്ലാന്നറിയും. ഒരു സാധു കുട്ടീനെ കിട്ടിയാൽ മതി, കാണാൻ ഇച്ചിരി വർക്കത്തുള്ള, അല്ലെങ്കിൽ കയറി ചെല്ലാൻ ഒരു പൊരള്ള ഒരു കുട്ടീനെ കിട്ടിയാൽ മതി. വല്ലാണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യവും ഇല്ലട്ടോ. ഈ ചിന്തിക്കുന്നത് ചിലപ്പോ നബീസ ചോദിച്ച മാതിരി ഇങ്ങനെ ചോദിക്കുന്നൊക്കെയാണെ ഞങ്ങൾക്കതില്ല, ഞാൻ ഖുർആൻ ക്ലാസ്സിലൊക്കെ പോകുന്നോളാം. ഇത് കേൾക്കുമ്പോ ആലോചന കൊണ്ടുവരുന്നോലും കരുതും അൽഹംദുലില്ലാ ഒരു കുട്ടി രക്ഷപ്പെടുകയാണെ രക്ഷപ്പെടട്ടെ. കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ അമ്മാന്റെ ചോദ്യം വേണം ചില പെൺകുട്ടികളെ നേരെ. അല്ലോളെ, എനക്ക് അമ്മമാരില്ലേ? ഓ, അമ്മമാർ എനിക്കെന്താ തന്ന്? അമ്മനൊന്നും തന്നില്ല. എനിക്ക് ആങ്ങളാരില്ലേ? ഓ, ആങ്ങളാരെന്താന്ന് ചോദിച്ച് ചോദിച്ച് ഇപ്പോഴും പെൺകുട്ടിയുടെ മനസ്സ് ബേജാറാക്കുന്ന അമ്മമാരുണ്ട്. നിങ്ങളല്ലോ ചിലന്മാര്. അമ്മമാരെ കണക്കെടുക്കും, എളാപ്പാരെ കണക്കെടുക്കും, അതിൽ പൈസക്കാരെത്ര ഉണ്ട് എന്ന് ചോദിക്കും. ഓലെന്തൊക്കെ തന്നെന്ന് പറയും. കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടടക്കുന്നവര്. പണമാ ചിലർക്ക് മുഖ്യം. പണം മാത്രം നോക്കി മാത്രം കുടുംബം തിരയുന്നവരുണ്ട്. മക്കൾക്ക് പടച്ച തമ്പുരാന്റെ ദുനിയാവില് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ടവര് തന്നെ പണത്തിന് പ്രാധാന്യം കൊടുത്തോണ്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലേ? കറുത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് പെണ്ണ് കെട്ടിച്ചു കൊടുത്ത അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ കഥ കേൾക്കുമ്പോ രോമങ്ങനെ എഴുന്നേറ്റ് നിൽക്കും, കണ്ണു നിറയും. അതുകൊണ്ടാണല്ലോ കോടീശ്വരനായ അബ്ദുറഹ്മാന്റെ പെങ്ങൾ അന്വേഷിച്ച് ഷാമെന്നും സിറിയയിൽ എത്യോപ്യയിൽ നിന്നും 100 ഒട്ടകങ്ങൾക്ക് എടുക്കാൻ മാത്രം സ്വർണങ്ങളുമായി അന്ന് പലരും പെണ്ണാലോചിച്ച് മക്കയിൽ മദീനയിൽ വന്നപ്പോ വന്നവരോട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പെങ്ങൾക്ക് ഞാൻ പുയ്യാപ്ലനെ കണ്ടിട്ടുണ്ട്. വന്നവരൊക്കെ ചോദിച്ചു അത്ഭുതത്തോടെ, ആരാണ് അബ്ദുറഹ്മാനെ ആ ഭാഗ്യവാൻ? ചോദിച്ച ആളുകളെയും കൂട്ടി മദീന പള്ളിന്റെ മുറ്റത്തേക്ക് ചെന്നപ്പോ നട്ടുച്ച നേരത്ത് മദീന പള്ളിയുടെ മിനാരത്തിന്റെ അരികിലുള്ള ഈത്തപ്പന ഓലയിൽ കയറി ഈത്തപ്പന തടിയിൽ നിന്ന് വേർപ്പിൽ കുളിച്ച് നനഞ്ഞൊട്ടിയ ശരീരവുമായി കറുത്ത ചുരുളമുടിയുള്ള കാപ്പിരി വർഗത്തിൽപ്പെട്ട മനുഷ്യനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിന്റെ പെങ്ങൾക്ക് ഞാൻ കണ്ട പുതിയാപ്ലയാണ് ആ കറുത്ത കാപ്പിരി ബിലാൽ ഇബ്നു റബാഹ. ആളുകൾ ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻ എന്ത് കണ്ടിട്ടാ കെട്ടിക്കുന്നത്? നല്ലൊരു കോലുണ്ടോ അദ്ദേഹത്തിന്? ആ ബാങ്ക് വിളിച്ച് താഴെ ഇറങ്ങുന്ന ബിലാലിനെ നെഞ്ചോട് കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അബ്ദുറഹ്മാൻ പറഞ്ഞു, ബിലാലിന്റെ തൊലി കറുത്തതാണെങ്കിലും ഉള്ളു വെളുത്തതാ. ഇത് കേട്ട് രോമയിലേറ്റ് നിന്ന മുഅ്മിനീങ്ങൾ വീട്ടിൽ നിന്ന് പെണ്ണാലോചിക്കുമ്പോ ആദ്യം എന്താ നോക്കുക? തറവാട് എത്ര ഉണ്ട്? കുറെ നടക്കേണ്ടി വരുമോ? മുറ്റത്ത് വാഹനത്തുവോ? കിട്ടാനുള്ളത് പിന്നീട് എത്ര ഉണ്ട്? ഇതിന്റെ പേരിൽ നോക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്, ചിലർക്ക് പണമാ മുഖ്യം, ചിലർക്ക് പദവിയാ മുഖ്യം, ചിലർക്ക് തറവാടാ മുഖ്യം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി മനുഷ്യരെ, ഈ പണം കൂടിയതിന്റെ പേരിൽ ആർക്കാ സ്വൈര്യവും സമാധാനവും കിട്ടിയത്? ഞാനൊരു തമാശ പറയാറുണ്ട്. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലൊക്കെ വിളിച്ച ഈ കുടുംബത്തിലെ മധ്യസ്ഥം പറയാൻ പോകും. ആ പറയാൻ പോകുന്ന സമയത്തൊക്കെ എനിക്കിങ്ങനെ ഇരുന്ന് രാത്രി 1 മണിയും 12 മണിയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്കെന്നിങ്ങനെ ചിരി വരും. സുബ്ഹാനല്ലാഹ്, എന്റെ വാപ്പൊക്കെ എന്നോട് ചെയ്ത എത്ര കാരുണ്യം എത്രയാണ്. കാരണം ഒരു വാപ്പാക്ക് നല്ല സ്വത്തുണ്ട്, മക്കള് 4 എണ്ണം തമ്മ് പെരുന്തല്ല, സ്വത്തിന്റെ പേര് തല്ല്. മരിക്കുന്നത് വരെ ചില വാപ്പാര് സ്വത്ത് വീതം വെക്കാത്ത പോലും കണ്ണിന്റെ മുന്നില് മക്കള് സ്വത്തിന് വേണ്ടി തമ്മ് തല്ലരുത് എന്നുള്ള പേടിയുണ്ടാ. അതുകൊണ്ടാ ജീവിച്ചിരിക്കുമ്പോ പോലും വാപ്പാരോട് സ്വത്ത് വീതം വെക്കരുത് എന്ന് പറയുന്നത്. പക്ഷെ ആ വാപ്പ എന്താണോ ചിന്തിച്ചത് ആ ചിന്ത പോലും ചിന്തിക്കാത്ത മക്കള് വാപ്പാൻ 6 അടി മണ്ണിൽ വെച്ച ആ സെക്കൻഡ് മുതൽ ഓന്റെ മനസ്സിൽ ബേജാറാ. വാപ്പാനെ നോക്കിയതിന്റെ കണക്കിന്റെ പേരിലല്ല, വാപ്പ പോയല്ലോ എന്നുള്ള ബേജാറല്ല, മറിച്ച് വാപ്പാന്റെ സ്വത്തിൽ ഇപ്പൊ എനിക്ക് ഏത് ഓതിയാ കിട്ടുക എന്നുള്ള ബേജാറ്. എല്ലാരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. അവസാനം അങ്ങനെയുള്ള ചില മധ്യസ്ഥത്തിലൊക്കെ ഇടപെടുമ്പോൾ ചിലർ പറയും, ഞാൻ മൂത്തോക്ക് ഓന് പൊരണ്ടാക്കി കൊടുത്തു വാപ്പയാ. ഓൻ പറയും ഓളെ കെട്ടിച്ച് വാപ്പയാ. ഒക്കെ 150 പവൻ കൊടുത്ത് വാപ്പയാ. ഓള് പറയും ഓന് പൊരണ്ടാക്കിയ വാപ്പയാ. ജീവിച്ചിരിക്കുമ്പോൾ വാപ്പാര് വീട് വെച്ചെടുത്തു, സ്വത്തുക്കളും അത്യാവശ്യം ഏകദേശം 10-20 കോടി ഉറുപ്പ്യന്റെ സ്വത്തിന്റെ പേരിൽ ഇപ്പോഴും മനസമാധാനമല്ലാണ്ട് ആ കുടുംബം അങ്ങനെ സങ്കടപ്പെട്ട് തച്ച് ഏത് മീറ്റിംഗ് കൂടിയാലും
പരസ്പരം പ്രശ്നം ഉണ്ടാക്കി പോകുമ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ ആലോചിക്കും, അൽഹംദുലില്ലാ എന്റെ വാപ്പ അദ്രൈമാൻ ആകെ 28 സെന്റാണ്, 8 സെന്റ് കല്ലിട്ടു എനിക്കന്ന് ഞാൻ പോരണ്ടാക്കി, ഇനി 20 സെന്റേ ഉള്ളൂ. ഇത്ര വലിയ മനുഷ്യനാ. സ്വത്ത് കൂടിയതിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന കുടുംബങ്ങൾക്ക് പണമാ മുഖ്യം. ആരാ മനുഷ്യരെ കൊണ്ടുപോയത് മുതല്? ലോകം കാൽക്കീലിട്ട് അധികാരത്തിന്റെ വെന്നിക്കൊടി പാറിക്കാൻ പുറപ്പെട്ടിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി പോലും തന്റെ 40-ാമത്തെ 39-ാമത്തെ വയസ്സിൽ ഒരു ചെറിയ അസുഖത്തിന്റെ പേരിൽ മണ്ണിന്റെ അടിക്ക് പോയിട്ടുണ്ടെങ്കിൽ കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ മണ്ണെന്ന് ഞാനുങ്ങളും കൊണ്ടുപോകില്ല. കാരണം കൊണ്ടുവന്നിട്ടില്ല ഞാനുങ്ങളും. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പം ഒരു നൂല് പോലും കൊണ്ടുവന്നിട്ടില്ല. എന്നിട്ടും തിരിച്ചു പോകുമ്പോ എന്നെ ഒരു തുണി കിടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ എന്റെ ഔറത്ത് കാണാണ്ടിരിക്കാനാ. അല്ലാതെ എനക്കൊന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. 500-1000 രൂപന്റെ ഈ ദുനിയാവിലെ ചെറിയ കോറത്തുണി അല്ലാത്തതൊന്നും ഈ ദുനിയാവൊന്ന് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ദുനിയാവിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കരുത്. അതെപ്പോഴും അവസാനിക്കും. ഈത്തപ്പന ഓലയിൽ കിടന്ന് പുറമാകെ പൊളിഞ്ഞ് ചുവന്ന പാട് കണ്ടപ്പം അള്ളാന്റെ ഹബീബിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നില്ലേ, റസൂലേ ഞാൻ നിങ്ങൾക്കൊരു നല്ല ഈത്തപ്പന കിടക്കുണ്ടാക്കി തരട്ടെ? അള്ളാഹുവിന്റെ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു, കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. ഉമറേ, നമ്മൾ ഈ ദുനിയാവിൽ ഒരു പരദേശിയാ. ഈ ദുനിയാവിൽ നമ്മളൊരു പരദേശിയാ. നമ്മളെക്കാളും വലിയമാരൊക്കെ എത്രയോ പുളിക്കലും നന്മണ്ടയും കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെക്കാൾ സ്വത്തുള്ളവര്, നമ്മളെക്കാൾ പൂതി വെച്ച് ജീവിച്ചവര്, നമ്മളെക്കാൾ 1000 സ്വപ്നം കണ്ടവര്. പക്ഷെ അവരൊക്കെ ഈ മണ്ണിന്റെ അടിയിലേക്ക് കൊണ്ടുപോകുമ്പം ഒന്നും കൊണ്ടുപോയിട്ടില്ലെങ്കിൽ കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. പടച്ചോൻ ഈ ദുനിയാവിൽ ഒരു വിദേശിയുടെ, ഒരു യാത്രക്കാരന്റെ പദവി മാത്രമേ എനിക്കും തന്നിട്ടുള്ളൂ. അത്രേ ഉള്ളൂ ദുനിയാവ്. അള്ളാന്റെ ഹബീബിന് പോലും പടച്ചോൻ കൊടുത്ത 63 കൊല്ല. അങ്ങനെയാണ് എനിക്ക് 40 ഇനി 23 കൊല്ലം കിട്ടുമെന്ന് പോലും ഉറപ്പില്ല. 40 കഴിഞ്ഞോലെ ഇനി ഒരു 40 കിട്ടൂലട്ടോ. 50 കഴിഞ്ഞോലെ ഇനി ഒരു 50 ഒന്നും ഉണ്ടാവില്ല. 60 കഴിഞ്ഞോലെ ബേജാറാക്കല്ല. 120 ഒന്നും പടച്ചോൻ അടുത്ത ആർക്കും കൊടുത്തിട്ടില്ല. ജീവിച്ചതിനേക്കാൾ കുറവാ ജീവിക്കാനുള്ളതെങ്കിൽ ഈ ദുനിയാവില് അള്ളാന്റെ അരികിലേക്ക് പോകുമ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറെ നല്ലതുണ്ടാവണം. ഇനി നമ്മളെ സൗന്ദര്യമാണോ നമ്മൾക്ക് മുഖ്യം? തേച്ചുമിനിക്ക് നടക്കുക ഇന്ന് പലരും. അതുകൊണ്ടാ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസയിലെ മോന്റെ ചുണ്ടത്ത് പോലും ചുവപ്പ് കളറ്. ഇന്ന് സർവ്വ കുടുംബങ്ങളിലും അതാ സൗന്ദര്യത്തിന്റെ പ്രാധാന്യം, അണിഞ്ഞൊരുങ്ങുന്നതിന്റെ ഭംഗി. എന്തുകൊണ്ടാണ് ജനറൽ ന്യൂട്രാലിറ്റിയും ഈക്വാലിറ്റിയും ഇന്ന് സമുദായത്തിലേക്ക് വന്നത്? സൗന്ദര്യബോധം പഠിപ്പിക്കാൻ നമ്മളെ മക്കളെ മനസ്സിലേക്ക്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം കല്യാണം നിശ്ചയിക്കുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുൻപേ നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികളെ ഒരുക്കാൻ വരുന്നത് ബ്യൂട്ടീഷ്യന്മാരാ. സ്വന്തം മക്കളെ, കറുത്ത മക്കളെ വെളുപ്പിച്ചെടുക്കാനും വെളുത്തതിനെ ഒന്നും കൂടി വെളുപ്പിക്കാനും മറ്റു പല ഭംഗിയിലും ഒരുക്കുമ്പോ ആർക്കെങ്കിലും ചിന്ത വരാറുണ്ടോ ഇത് പടച്ചോന്റെ റസൂലുള്ള വെറുത്ത് പഠിപ്പിച്ചതാണ്? ലഅനത്തുല്ലാ, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആരെ? അന്നാമിസാത്തു വൽ മുതനമ്മിസാത്തു. ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. അൽ വാസിമാത്തു വൽ മുതവസ്സിമാത്തു. പിരികം വടിക്കുന്നവളെയും പിരികം വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും. ഞാനല്ലട്ടോ, ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ വേണ്ടാന്ന് വെച്ചോ. അള്ളാന്റെ ഹബീബ് പറഞ്ഞതാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ലയകൂനന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ഒരു കൂട്ടർ വരും. ലോകം അവസാനിക്കാറാകുമ്പം അവരുടെ അടയാളം അല്ല വേണ്ടെന്ന് പറഞ്ഞ പലതും അവർ വേണമെന്ന് വെക്കും. ഭംഗിക്ക് വേണ്ടി പടച്ച റബ്ബിന്റെ ദുനിയാവിൽ അവർ വേഷം കെട്ടും. അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്യരുതേ എന്ന് പറഞ്ഞ പലതും അവർ ചെയ്യും. അവരുടെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടാകൂ, ഉള്ളത് അടിച്ചു പൊളിച്ചങ്ങോട്ട് കുളൂസായിട്ട് ജീവിക്കുക. പക്ഷെ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഈ തടി വെക്കേണ്ടത് മണ്ണിലേക്ക് തന്നെയാണ്. ഈ തടി കുണ്ട വെക്കേണ്ടത് മണ്ണിലേക്കാ. ഇത് മണ്ണോട് ചേരുന്നതാ. അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പം ഗുണം ചെയ്യുന്നത് പടച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്ത നന്മകൾ മാത്രമാണ്. അതുകൊണ്ട് ആ മരണക്കിടക്കയിൽ വെച്ച് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ കണ്ണുനീരോടെ പറഞ്ഞ, ഇന്ന മിമ്മാ അഖാഫു അലൈക്കും മിൻ ബഅദി, എനിക്ക് ഒരു കാര്യത്തെ തൊട്ടേ നിങ്ങളെ ഭയമുള്ളൂ, അദ്ദുനിയാ സീനത്തഹാ, നിങ്ങൾ ദുനിയാവിന് വലിയ പ്രാധാന്യം കൊടുക്കും. ഈ ദുനിയാവിന് ഒരു വിലയും കൊടുത്തിട്ടില്ല പടച്ചോൻ. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഈ ദുനിയാവിന് പടച്ചോൻ ഒരു വിലയിട്ടിട്ടില്ല. ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന അള്ളാഹുവിന്റെ റസൂൽ ഒരു കൊതുകിനെ ചൂണ്ടി ചോദിച്ചു, സഹാബത്തെ, ഈ കൊതുകിന്റെ ചിറക് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരു കൊതുകിന്റെ ചിറക് കണ്ടിട്ടുണ്ടോ നിങ്ങള്? സഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. റസൂൽ, നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ. സഹാബാക്കൾ ആ കൊതുകിന്റെ ചിറകിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല റസൂലെ, കാണാൻ മാത്രല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കൊതുകിന്റെ ചിറകിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, എങ്കിൽ അറിഞ്ഞോ സഹാബത്തെ,
പടച്ച റബ്ബ് ഈ ദുനിയാവിന് കൊടുക്കുന്നത് ഈ കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനം പോലും അള്ളാഹ് ദുനിയാവിന് കൊടുത്തിട്ടില്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ പുളിക്കലല്ല, മലപ്പുറം ജില്ലയല്ല, കേരളല്ല, ഇന്ത്യയല്ല. സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ രാജ്യത്തിന്, ഈ ലോകത്തിന് പടച്ചോൻ കൊടുത്ത വില, ആ വില അള്ളാഹു ഈ കൊതുകിന്റെ ചിറകിന്റെ വില പോലും പടച്ചോൻ കൊടുത്തിട്ടില്ല. അങ്ങനെ വില കൊടുക്കാത്തൊരു സമ്പത്തിന്റെ പേരിൽ നമ്മൾ പറയാ പൊളിക്കൽ അവിടെ 10 സെന്റ്, ഇവിടെ 20 സെന്റ്, അവിടെ 30 സെന്റ്, ഞാൻ അത്യാവശ്യം വിജയിച്ചോനാണ്. കാത്തിരിക്കുന്ന ബാക്കിയാവുന്ന പടച്ച റബ്ബിന്റെ ആ പരലോകത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തെന്ന് പോലും പടച്ച റബ്ബ് പഠിപ്പിക്കുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ഈ ലോകത്ത് പടച്ചോൻ നിങ്ങളെ സൃഷ്ടിക്കാനുള്ള കാരണം ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും മനോഹരമായി റബ്ബിന്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നതെന്ന് റബ്ബിന് പരീക്ഷിക്കാൻ, റബ്ബിന് അറിയാൻ വേണ്ടി ആ മനുഷ്യരെ നമ്മളെ അല്ലാഹു തആല ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. ഈ ദുനിയാവിൽ നിങ്ങൾ പലരെയും കണ്ടേക്കാം, ദുനിയാവിന്റെ പിന്നാലെ ഓടുന്നവരെ കണ്ടേക്കാം, അള്ളാഹുവിനെ മറന്നുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവരെ കണ്ടേക്കാം, പടച്ച റബ്ബിനെ ഭയപ്പെടാത്ത കുടുംബത്തെ കണ്ടേക്കാം, സ്വത്തുക്കളാണ് വലുതെന്ന് കരുതി സ്വത്തിന്റെ പിന്നാലെ ഓടുന്നവരെ കണ്ടേക്കാം. ആരൊക്കെ നിങ്ങൾ കണ്ടാലും, ഏതൊക്കെ മനുഷ്യൻ നിങ്ങളെ പിയപ്പിക്കാൻ ഒരുങ്ങിയാലും, ഏതൊക്കെ പരസ്യ മോഡലുകളും സിനിമാ നടന്മാരും നിങ്ങളെ കുടുംബത്തിന്റെ അടിവേററുക്കാൻ, ഏതൊക്കെ സംസ്കാരങ്ങൾ നിങ്ങളിലേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ രാഷ്ട്രീയ മതപാർട്ടിക്കാരൻ നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിച്ചാലും, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ഒരുത്തന്റെ വലയിലും പെടാതെ, ഒരുത്തന്റെ കരാള ഹസ്തങ്ങളിലും പെടാതെ, ഒരാൾക്കും ജീവിതം എഴുതി കൊടുക്കാതെ, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, എന്റെ കബറിൽ, എന്റെ പള്ളിക്കാട്ടിൽ, എന്റെ റബ്ബിന്റെ മുൻപിൽ ഞാൻ ഒറ്റക്കാണെന്ന വിശ്വാസത്തോടുകൂടി റബ്ബിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാൻ, എന്റെ ജീവിതത്തിൽ എനിക്ക് നന്മകൾ ഉണ്ടാവണം, എനിക്ക് എന്റെ റബ്ബിനോട് പറയാൻ ഉത്തരമുണ്ടാകണം. അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ വായിട്ടടച്ച് സംസാരിക്കാൻ കിട്ടാതെ തപ്പിത്തടയുന്ന കാഫിരീങ്ങളുടെ കൂടെ, മുർത്തദീങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ പടച്ച റബ്ബ് വെറുത്തവരുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല എന്ന് സ്ഥാപിക്കലാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ ചിന്ത. വയലുകൾ ഒരുപാട് കേട്ടതുകൊണ്ടായില്ല, വെള്ളിയാഴ്ച മലയാളത്തിൽ ഖുതുബ കേട്ടതുകൊണ്ടായില്ല, പ്രസിദ്ധീകരണങ്ങളിലെ മലയാള വാക്കുകൾ വായിച്ചത് കൊണ്ടായില്ല, യൂട്യൂബിലെ പ്രിയപ്പെട്ട മൗലവിമാരുടെ പ്രസംഗങ്ങൾ തെരഞ്ഞുപിടിച്ച് കേട്ടതുകൊണ്ടായില്ല. കേൾക്കുന്ന വാക്കുകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് ചേർത്ത് കിടത്തുമ്പോ ബാധ്യതകളില്ലാതെ റബ്ബിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എനിക്ക് അല്ലാഹനെ കണ്ടുമുട്ടണം എന്ന് ചിന്തിക്കുന്നിടത്താണ് എന്റെയും നമ്മളുടെയും മാറ്റം ആരംഭിക്കുന്നത്. അതിനെന്ത് വേണം? ഈ ലോകത്ത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം. മക്കളെ റബ്ബ് തന്നിട്ടുണ്ടോ? മക്കളാൽ പടച്ചോന്റെ അടുത്ത് തലകുനിക്കേണ്ടി വരരുത്. മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നൊക്കെ ആയത്തോതുന്നുണ്ടോ അന്നൊക്കെ സഹാബാക്കൾ ബോധം കെട്ടു വീഴും. സലാം വിട്ടുന്ന റസൂലുള്ള നമസ്കരിച്ച് ബോധം കെട്ട സഹാബത്തിന്റെ അരികിൽ വന്ന് അല്പം വെള്ളമെടുത്ത് മുഖത്തേക്ക് തെളിക്കുമ്പോ എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ ആ സഹാബത്ത് ഞെട്ടി എഴുന്നേറ്റ് കരയുമ്പം അള്ളാന്റെ ഹബീബ് ചോദിച്ചിട്ടുണ്ട്, എന്തേ സഹാബത്തെ, പട്ടിണി കൊണ്ടാണോ ബോധം കെട്ടത്? എന്താ നിങ്ങൾ ഭയപ്പെടുന്നത്? ആകാശത്തേക്ക് നോക്കി കണ്ണു നിറഞ്ഞ് ചുവന്ന കണ്ണുകളുമായി ഭയപ്പെടുന്ന സഹാബത്തിനോട് റസൂല് ചോദിച്ച ചോദ്യം, ആരെയാ നിങ്ങൾ ഭയപ്പെടുന്നത്? എന്ത് കണ്ടിട്ടാ നിങ്ങൾ ബോധം കെട്ടത്? അവര് തിരിച്ചു പറഞ്ഞ മറുപടി, നബിയെ, നിങ്ങൾ ഓതിയ ആയത്ത് കേട്ടപ്പം, നിങ്ങൾ പാരായണം നടത്തുന്ന ആയത്ത് കേട്ടപ്പം നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പെടച്ചിൽ വന്നു റസൂലേ. ഏതായിരുന്നു ആ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, 5 വക്ത് നിസ്കരിക്കുന്ന പുളിക്കലിലെ മഹോന്നതരായ ആളുകളെ, ഒരു ജാറത്തിങ്കലും പോകാത്തവരെ, ഒരു മക്ബറയും മൂടാത്തവരെ, ഒരു മന്ത്രി ചൂതുന്നവന്റെ നേരെയും കൈ നീട്ടിക്കൊടുക്കാത്തവരെ, ജിന്ന് ചികിത്സകളിലോ ഏലസുകളിലോ മന്ത്രങ്ങളിലോ മന്ത്രച്ചരടുകളിലോ ജീവിതം നശിപ്പിക്കാത്ത മുവഹിദീങ്ങളെ, 5 വക്ത് നമസ്കരിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ പരിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നവരെ, വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്നവരെ, കഅബാലയം കണ്ടവരെ, തവാഫ് ചെയ്തവരെ, 100 ജനങ്ങളെ സഹായിക്കുന്നവരെ,
ഖു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ കാത്തുകൊള്ളണം. നിന്റെ ഭർത്താവിന്റെ ശ്രവിക്കപ്പെടുന്ന ബീജത്തിലെ ഒരു നിസ്സാരമായ ബീജത്തിന് നിന്റെ ഗർഭാശയത്തിന്റെ ഭിത്തികളിലെ അണ്ടത്തിൽ അള്ളാഹു അള്ളിപ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളിപ്പിടിപ്പിക്കാത്ത മക്കളില്ലാത്ത നൂറുകണക്കിന് രക്ഷിതാക്കളിൽ നിന്ന് നിനക്ക് റബ്ബ് മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ, ഖു അൻഫുസകും, നീ നിന്നെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണോ വാഹിലീക്കും, നിന്റെ കുടുംബത്തെയും നീ സൂക്ഷിക്കണം. ഞാൻ ഖുർആൻ ക്ലാസ് പോകാറുണ്ട്, മക്കളെ കിട്ടാറില്ല. ഞാൻ സുബ്ഹിക്ക് എഴുന്നേൽക്കാറുണ്ട്, മക്കളെ എഴുന്നേൽക്കാറില്ല. ഞാൻ ഖുർആൻ ഓതാറുണ്ട്, മക്കൾ ഓതാറില്ല. ഞാൻ പർദ്ദടാണ്ട് പുറത്തിറങ്ങാറില്ല, മക്കൾക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന മാതാക്കളെയല്ല, എന്ന് പറയുന്ന പിതാക്കളെയല്ല. ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾക്ക് റബ്ബ് തന്ന മക്കളെ നന്നാക്കാൻ അയൽപ്പക്കക്കാരനെ ഏൽപ്പിച്ചിട്ടില്ല, നാട്ടിലെ മൗലവിമാരെ ഏൽപ്പിച്ചിട്ടില്ല, വയല് പറയുന്ന ഉസ്താദുമാരെ ഏൽപ്പിച്ചിട്ടില്ല. സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുമ്പം എഴുന്നേറ്റെടുക്കുന്ന വാപ്പ തന്റെ മകനെ വിളിച്ചുണർത്തി നമസ്കരിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ ആ നരകത്തെ കാത്തുകൊള്ളണം. ആ മക്കള് കാരണം നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിൽ ഭയപ്പെടേണ്ടി വരും. ഈ ആയത്ത് കേട്ടപ്പോൾ ആ സഹാബത്ത് കരഞ്ഞ്. ഇനി ഞാൻ ചോദിക്കട്ടെ എന്റെ മുൻപിൽ ഇരിക്കുന്ന ഉമ്മാരോട്, ഇപ്പൊ നമ്മളെ നാട്ടില് സുബീസ്കാരപ്പളാ 7:15 7:45, ഞായറാഴ്ചയാണെ അതും ഉണ്ടാവില്ല, സ്കാരാവധിയാ. ചില ഉമ്മാരൊക്കെ ധൈര്യത്തോടെ പറയലുണ്ട്, ഉറങ്ങി എണീറ്റിട്ട് നിസ്കരിച്ചാൽ മതി എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. ആ ഒരു ഹദീസിന്റെ ബലത്തിലാ ഏതിന്റെ മദ്രസയ്ക്ക് പോകുന്നവനോട് 7 മണിക്ക് വിളിച്ചോണ്ടിട്ട് പറയും നിസ്കരിച്ചിട്ട് പോയാൽ മതി, ഉസ്താദിന്റെ അടുത്ത് ഞാൻ മോശാവൂല. എത്ര കുടുംബങ്ങളിൽ ഞങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ സുബ്ഹി ബാങ്ക് എപ്പോഴാണെന്നറിയാം നിങ്ങൾക്ക്? നിങ്ങളുടെ ഭർത്താക്കന്മാരോടൊന്ന് ചോദിച്ചു നോക്കി. ഞാൻ കുറ്റം പറയല്ലോ കേട്ടോ, നിങ്ങൾ പുറേ പോയി പ്രശ്നം ഉണ്ടാക്കാനും പറയല്ല. പണ്ടൊക്കെ നാട്ടില് പള്ളിക്ക് ആരും വരാതാകുമ്പോ നമ്മളിങ്ങനെ സുബ്ഹിയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓരോ വീട്ടിൽ ചെല്ലും. അടള്ളവനൊക്കെ വിളിച്ചിട്ട് പറയും സുബ്ഹിക്കൊക്കെ ഒരു പള്ളിക്ക് വരണ്ടേ. അപ്പൊ അവൻ പറയും നിങ്ങൾക്ക് അറിയാലോ ബാങ്ക് എത്ര മണിക്കാ? അന്നൊക്കെ ബാങ്ക് 4:28 ആയിരുന്നു, 4:18 അങ്ങനെയൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയമുണ്ട്. 4:18 ബാങ്ക് കൊടുത്താൽ 4:28 35 നിസ്കാരം, ഒരു 45 ആകുമ്പോഴേക്ക് 4:45 ആകുമ്പോഴേക്ക് നിസ്കാരം കഴിയൂലേ, 4:50 ആകുമ്പോഴേക്ക്. എന്നിട്ട് ഓൻ ചോദിക്കും പിന്നെ നേരം വെളുക്കണേ 6:30 മണിയാണോ? 1.25 മണിക്കൂർ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് കുറച്ച് നിസ്കാരം നോമ്പ് ബാങ്കൊക്കെ കുറച്ച് മുന്നോട്ടാകട്ടെ, ഞാൻ വരും. ഇപ്പത്തെ ബാങ്ക് എന്നറിയാം ഞങ്ങൾക്ക് 5:38 നിസ്കാരം 6 മണിക്കാണ്. ഒന്നും പള്ളിയിൽ ആടില്ല. ഇതാ മനുഷ്യന്റെ സ്വഭാവം. നമ്മൾ നമ്മളെ കുടുംബത്തെ പറ്റി ചിന്തിക്കുകയും നമ്മളെ ജീവിതത്തിലേക്ക് അള്ളാഹു ഏൽപ്പിച്ചു തന്ന ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടിടക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ നിസ്കാരവും നോമ്പും ഒക്കെ ഒരു ചെലവില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്തതാന്ന് പടച്ചോനെ ഞങ്ങൾ ബോധ്യപ്പെടും. ഞാൻ എന്റെ മുൻപൊരു പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഈമാൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പുവൽക്കലും മാത്രമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എല്ലാവർക്കും. അതിന്റെ അർത്ഥം അത് വേണ്ടാന്നല്ല. കാരണം നിസ്കരിക്കാനും നോമ്പുവൽക്കാനൊന്നും വലിയ ചെലവില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, പുളിക്കൽ അങ്ങാടിയിൽ നാളെ മുതൽ ഒതുവിന് 250 റുപ്യയും നിസ്കാരത്തിന് 500 റുപ്യയാണ്. അവിടെ ഒരാഴ്ച കൊണ്ട് കൂട്ടേണ്ടി വരും. ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് പരസ്പരം സ്നേഹിച്ച് പടച്ചോനെ മനസ്സ് കണ്ട് ജീവിക്കല, അതാ ഈമാൻ. അതല്ലേ റബ്ബും പറഞ്ഞത് ലൈസൽ ഇനാ അൻ കസ്റത്തിൽ അല്ലാഹു വലാകിനൽ ഇനാ ഇനൻ നഫ്സ്. 1 കോടി ഉറുപ്പിന്റെ മുതൽ മുന്നിൽ കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ യഥേഷ്ടം ഒരു മേശ നിറച്ച് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് തിന്നുമ്പോൾ ചിലർക്ക് മനസ്സ് നിറയൂല, മനസ്സ് ബേജാറായിട്ട് തിന്നാൻ പറ്റൂല. എന്നാൽ അതേ സ്ഥാനത്ത് സ്വന്തം പുരയിലുള്ള ഒരു കഞ്ഞി ഒരു ചെറിയ ചമ്മന്തിയും കുട്ടിയിട്ട് കുഴച്ച് കുടിക്കുമ്പോണ്ടാകുന്ന ഒരു സുഖമുണ്ടല്ലോ, അതാ ജീവിതം എന്നാ റബ്ബ് പറഞ്ഞ്. ആ സൗന്ദര്യമാണ് ജീവിതം. അതിനെന്ത് വേണം? ആദ്യം ബന്ധങ്ങളൊക്കെ പരസ്പരം സ്നേഹിക്കാൻ പഠിക്കണം. നമുക്ക് പടച്ചോൻ തന്ന ഓരോ ബന്ധങ്ങളും അള്ളാഹ് നിശ്ചയിച്ചത് കൊണ്ടാണ്, അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാ അള്ളാഹു ഓരോ ബന്ധങ്ങളും നമ്മളെ ഏൽപ്പിച്ചിരുന്നത്. ആ ബന്ധങ്ങളെ നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു തുടങ്ങണം. ഏത് ബന്ധങ്ങളും. ഞാൻ എൻ്റെ ഭാര്യന്റെ അമ്മാനെ കാണുന്നത് അമ്മായിയായിട്ടല്ല. പടച്ചോൻ എനിക്ക് ഒരു പെണ്ണിനെ തരാൻ കാരണക്കാരായത് ആ അമ്മയും വാപ്പയ്യ. എനിക്ക് എൻ്റെ അമ്മയും വാപ്പയും എങ്ങനെ കാരണക്കാരായോ അതുപോലെ എനിക്ക് ജീവിതം ഉണ്ടാക്കാൻ ഒരു ഉമ്മനെയും വാപ്പനെയും പടച്ചോൻ തെരഞ്ഞെടുത്തതാണ് എൻ്റെ ഓളമ്മനെയും വാപ്പനെയും. അല്ലാണ്ട് ഓളെ കെട്ടാൻ വേണ്ടിയിട്ട് ഓളെ വാപ്പ നയിച്ചുണ്ടാക്കി കുറച്ച് മുതലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പടച്ചോൻ ഉണ്ടാക്കി വെച്ചല്ല. അങ്ങനെ ചിന്തിക്കണം ഓരോ ബന്ധങ്ങളെയും. കയറി വരുന്ന പെൺകുട്ടികൾ എൻ്റെ മക്കളാന്ന് ചിന്തിക്കണം, എൻ്റെ മോളെ കെട്ടുന്നോ എൻ്റെ മോനാന്ന് ചിന്തിക്കണം. ഇന്നതില്ല. ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് പരസ്പരം അകന്നും ശത്രുതയിലും ജീവിച്ചുകൊണ്ടിരിക്കാൻ ആർക്കും ആരെയും വേണ്ട, ആർക്കും ആരെയും വേണ്ട. ഇത് വലിയൊരു ലോകം 2 വാക്കിലേക്ക് ഒതുങ്ങി. ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ലോക്യത്തിനുണ്ട്, ലാഭം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ലോക്യത്തിനുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, മൂത്ത കാക്കന്റെ വീട്ടിലേക്ക് കുടുംബത്തിലെ പ്രശ്നമൊക്കെ സംസാരിക്കുമ്പം
ചിലരിങ്ങനെ പറയും മൂത്ത കാക്കാന്റെ വീട്ടിലേക്ക് പെങ്ങന്മാർക്ക് പോകാൻ വലിയ ആവേശ. എന്താ? മൂത്ത കാക്കാക്ക് നല്ല മുതലുണ്ട്. നമ്മക്കാണ് കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികൾ 2 എണ്ണം വലുതാകുന്നുണ്ട്. അപ്പൊ മൂത്ത കാക്കാനോട് വലിയ പോരിശയും പ്രിയവും ഒക്കെയാ. എന്നാ ഇളയ ആങ്ങളെന്റെ അടുത്തേക്ക് പോകുമോ? ഇല്ല. എന്താ? ഓൻ നാട്ടിലെന്തോ കൂലിപ്പണിക്ക് പോകുന്നോനാ. അതുകൊണ്ട് ഓനെ ഇഷ്ടമല്ല, ഓന്റെ ഓളെ ഇഷ്ടമല്ല, ഓന്റെ മക്കളെ ഇഷ്ടമല്ല. പിന്നെ ഇടക്കിടക്ക് പാർക്കാൻ പോലും കൂടാൻ പോലും ആരെടുത്താ? മൂത്ത കാക്കന്റെ അടുത്ത്. അതെന്താ? ഓന് ഗൾഫിൽ ജോലിയൊക്കെ ഉണ്ട്, മോളെ കെട്ടിക്കാനും ആയിട്ടുണ്ട്. കാര്യം കാണാനാ സ്നേഹിക്കുന്നത് പലരും. ആളും തരവും നോക്കിയാ സ്നേഹിക്കുന്നത്. എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർ ലോക്യം കൂടും, ചിരിക്കും, ബന്ധങ്ങൾ സ്ഥാപിക്കും. എന്നാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അള്ളാഹു കൊടുത്ത ഏത് ബന്ധങ്ങളെയും റസൂലുള്ള മനോഹരാക്കി. ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഒരാളെങ്കിലും അള്ളാഹിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞതായിട്ടുണ്ടോ? റസൂലുള്ളാന്റെ ശത്രുക്കൾ പോലും അള്ളാഹുവിന്റെ റസൂലിനെ നന്മ പറഞ്ഞിട്ടല്ലേ മടങ്ങിയത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പ മരിച്ചിട്ടുണ്ട്. ജനിച്ചു കുറച്ചു കാലം കഴിയുമ്പോൾ ഉമ്മയും 6ാമത്തെ വയസ്സിൽ ഉമ്മയും മരിച്ചു. പിന്നീട് ഒരു യത്തീം മോന, ഒരു 6 വയസ്സുള്ള കുഞ്ഞൻ ഈ കൂട്ടത്തിലുണ്ടെങ്കിലൊന്ന് മനസ്സിലാലോചിച്ചാൽ മതി. അന്ന് ആ യത്തീം മോനെ കൂട്ടിക്കൊണ്ടുപോയത് പ്രവാചകന്റെ വാപ്പ അബ്ദുള്ളാന്റെ അനിയൻ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമയാണ്. അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ കൂട്ടിക്കൊണ്ടുപോകാണ് ആ വാപ്പല്ലാത്ത ഉമ്മല്ലാത്ത പൈതൽ മോനെ. പിന്നീട് ഫാത്തിമയാണ് ആ പ്രവാചകനെ പോറ്റുന്നത്, റസൂലുള്ളാഹിക്ക് ഭക്ഷണം കൊടുക്കുന്നത്, സ്വന്തം മോനെപ്പോലെ സ്നേഹിക്കുന്നത്. ആ ഫാത്തിമ മരണപ്പെട്ട സമയത്തുണ്ടായ ഒരു ചരിത്രമുണ്ട്. ഫാത്തിമ ഉമ്മ മരിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തെടുത്ത് മറമാടാൻ പോയി. റസൂലുള്ളാഹി ഖബറിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് എന്തോ കരയാൻ തോന്നുക. അള്ളാഹിന്റെ റസൂൽ ആ ഖബറിലേക്ക് ഇറങ്ങി ഖബറിന്റെ 4 ഭാഗവും ഇങ്ങനെ പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ തടവീന. ഖബറിന്റെ 4 ഭാഗത്തും റസൂൽ ഇങ്ങനെ കൈകൊണ്ട് തടവിയിട്ട് ആ ഖബറിന്റെ ഭിത്തിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഖബറേ, നിന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുത് ട്ടോ, നിന്റെ പോറ്റുമ്മാനെ വേദനിപ്പിക്കരുത് ട്ടോ ഖബറേ. എന്നിട്ട് മുകളിലേക്ക് കയറി ഫാത്തിമ ഉമ്മയുടെ ഖബറിലേക്ക് മയ്യത്തിറക്കി വെക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയും. പ്രവാചകന്റെ താടിങ്ങൾക്കുള്ളിലൂടെ കണ്ണീരിങ്ങനെ ഒലിക്കുന്നത് കണ്ടപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് അത്രക്ക് ഇഷ്ടായിരുന്നോ ഫാത്തിമാനെ? അള്ളാഹുവിന്റെ റസൂലുള്ള നെഞ്ചു പൊട്ടിയിട്ട് പറയും, അലിക്ക് മുൻപ് ഭക്ഷണം തന്നിട്ടുണ്ട് ഫാത്തിമിനിക്ക്. കാരണം ഈ ഫാത്തിമന്റെ ഇളയ മോൻ അലി ഇബ്നു അബീ ത്വാലിബ്. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള കൂട്ടിക്കൊണ്ടുവരുന്നത് പോറ്റാൻ. സ്വന്തം നോക്കിയ ഉമ്മാന്റെ ഇളയ മോനെ ഉമ്മല്ലാണ്ടായപ്പോ റസൂല് കൂട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് ആ മോനെ തന്നെ സ്വന്തം മോള് ഫാത്തിമാനെ കെട്ടിച്ചൊടുക്കുകയും ചെയ്യും. ഇസ്ലാമിക ചരിത്രം വായിച്ചാലുണ്ടല്ലോ മനുഷ്യര്, ലോകത്ത് ഏത് സിനിമ കണ്ടാലും അങ്ങനത്തെ ഒരു സന്തോഷം കിട്ടൂല. അത് വായിക്കാനും പഠിക്കാനും നേരം കണ്ടെത്തിയ അള്ളാന്റെ കലാം എത്ര മനോഹരമാണോ അതുപോലെ മനോഹര അള്ളാന്റെ റസൂലിന്റെ ജീവിതവും. അത് നുബുവത്ത് കിട്ടിയ 40 കൊല്ലത്തിന്റെ ശേഷമല്ല, അതിന്റെ മുൻപേ. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ ഖബറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അലിക്ക് ഫാത്തിമ ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപ് മോനെപ്പോലെ എന്നെ ഫാത്തിമ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അലിക്ക് കൊടുക്കുന്നതിന്റെ മുൻപ് എനിക്ക് തന്നിട്ടുണ്ട്. അലിയെ ഉറക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ ഉറക്കിയിട്ടുണ്ട്. അലിയെ കളിപ്പിക്കുന്നതിന്റെ മുൻപ്, കുളിപ്പിക്കുന്നതിന്റെ മുൻപ് ഫാത്തിമ എന്നെ കളിപ്പിച്ച് കുളിപ്പിച്ചിട്ടുണ്ട്. എന്റെ ഫാത്തിമ ഉമ്മ എനിക്ക് ഉമ്മയായിരുന്നു, പോറ്റുമ്മയല്ലായിരുന്നു. ഒരു ബന്ധവുമില്ല, എന്നാൽ ഒരു രക്തബന്ധവും ഇല്ല. എന്നിട്ട് അള്ളാഹിന്റെ റസൂൽ സ്നേഹിക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആയിഷ റളിയല്ലാഹു തആല അൻഹ അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ 9 ഭാര്യമാരുണ്ട്. 9 ഭാര്യമാരുണ്ട് ജീവിച്ചിരിക്കുന്ന ആ മരണത്തിന്റെ തൊട്ടു മുൻപ്. ഈ 9 ഭാര്യമാരും 9 കൊല്ലവും റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള 9 കൊല്ലം. പക്ഷെ ഈ 9 ഭാര്യമാരും കൂടി 9 കുറ്റം അള്ളാഹിന്റെ റസൂലിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇത് ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഒന്നുള്ള നിങ്ങളൊക്കെ പൊരേ പോയി ചോദിക്കണം കുറ്റം എത്ര ഉണ്ട് എന്ന്, ഒരു നോട്ട് ബുക്ക് വാങ്ങി കൊടുക്കേണ്ടി വരും. 9 ഭാര്യമാരുണ്ടായിട്ട് ഒരു കുറ്റം റസൂലിനെ പറഞ്ഞിട്ടില്ല. ഒന്നിന്റെ പേരിലും നബിയെ നിങ്ങൾ എന്റെ അടുത്ത് വന്നില്ല, ഇല്ല. റസൂലേ എന്റെ വാക്ക് കേൾക്കാൻ നിങ്ങൾ നിന്നില്ല, ഇല്ല. പ്രവാചകരെ എന്റെ സങ്കടവും ബേജാറും നിങ്ങൾ ചോദിച്ചില്ല, ഇല്ല. ഇതൊക്കെയല്ലേ നമ്മളെ പരാതി. മൂപ്പരൊന്നും എന്നെ കേട്ടാ മതി, എന്റെ സൂക്കേടൊന്ന് ചോദിച്ചാൽ മതി, സാരല്ലടി എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഹാപ്പിയാന്ന് പറയും. ചോദിക്കാൻ ഓനും നേരല്ല, ഇനി അങ്ങ് അടുത്തിരുന്നിട്ട് ഓന്റെ ബേജാറ് ചോദിക്കാൻ നമുക്കും നേരല്ല. ഈ 9 ഭാര്യമാരും മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ഇങ്ങനെ റസൂലിനോട് സന്തോഷത്തോടെ പറയും, നബിയെ നിങ്ങളിൽ ഞങ്ങൾ തൃപ്തരാ. പക്ഷെ ചില സഹാബാക്കൾക്ക് ഒരു സംശയം, അള്ളാഹിന്റെ റസൂലിന് ആയിഷ ബീവിനോട് ലേശം ചായ്വ് കൂടുതലുണ്ട്. കാരണം മരിക്കുന്നതിന്റെ തൊട്ടു മുൻപുള്ള 14 ദിവസവും അള്ളാഹിന്റെ പ്രവാചകൻ ജീവിക്കുന്നത് ആയിഷ ബീവിന്റെ വീട്ടിലാണ്. അപ്പൊ അതെന്തുകൊണ്ടാണ് റസൂലെ നിങ്ങൾക്ക് ആയിഷ ബീവിനോട് ഒരു പ്രത്യേക ഒരു സോഫ്റ്റ്
അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടക്കൂടുതലുണ്ടോ എന്ന സംശയം കൊണ്ട് സഹാബത്തിന് ആ സംശയം ഒന്ന് തീരാൻ വേണ്ടി റസൂലിനോട് ചോദിച്ചു, റസൂലേ നിങ്ങൾക്ക് ആയിഷ ബീവിനോട് കുറച്ച് കൂടുതലുണ്ടോ? അള്ളാഹിന്റെ റസൂൽ അത് കേട്ടപ്പോ തന്നെ റസൂലുള്ളാന്റെ കണ്ണങ്ങ് നിറഞ്ഞു. എന്നിട്ട് റസൂൽ അങ്ങനെ മിണ്ടാതിരിക്കുമ്പം സഹാബത്ത് ചോദിക്കും, നബിയെ ബേജാറാക്കാൻ ചോദിച്ചതല്ല, ആയിഷ ബീവിന്റെ സൗന്ദര്യം കൊണ്ടാണോ, ആയിഷ ബീവിന്റെ ഭംഗി കൊണ്ടാണോ, അല്ലെങ്കിൽ ചെറുപ്പം കൊണ്ടാണോ? നിങ്ങളെ ചെറുപ്പക്കാരി ആയതുകൊണ്ടാണോ? റസൂലുള്ള തലയാട്ടിയിട്ട് പറഞ്ഞു, രണ്ടുമല്ല, ഞാൻ ആയിഷാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ആയിഷാനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ. മക്കയിൽ ദഅവത്തുമായി അള്ളാഹുവിന്റെ കൽപ്പന കിട്ടി ഞാൻ ഇറങ്ങുമ്പോൾ അന്ന് എന്റെ നാട്ടുകാരെന്നെ കരിങ്കല്ല് കൊണ്ടെറിയുമ്പോ ആ ഏറ് കിട്ടി കടങ്കാലിൽ നിന്നും ചോര വാർന്നൊലിച്ച് ഞാൻ കരയുമ്പോ എന്നെ ചേർത്ത് പിടിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക്. അബൂ ത്വാലിബിന്റെ തായ്വരയിൽ അവരെന്നെ പട്ടിണി കിട്ടപ്പോ, ഭക്ഷണം കിട്ടാതെ വെള്ളം കിട്ടാതെ ദാഹിച്ചു തൊണ്ട പൊട്ടുമ്പോ ആളറിയാതെ വെള്ളം കൊണ്ടുവന്ന് എന്റെ തൊണ്ടയിലേക്ക് വെള്ളം ഒഴിച്ചു തന്നൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക്. മക്കക്കാര് വെറുതെന്നെ ആട്ടി ഓടിച്ചപ്പോഴും നട്ടപ്പാതിന് നേരത്ത് കൊല്ലാൻ കണക്കാക്കി അവരെന്റെ നേരെ വന്നപ്പോഴും എന്റെ നേരെ വരുന്ന സർവ്വ കുന്തങ്ങളെ കൊണ്ടും സ്വന്തം മാറിടം കാണിച്ചു കൊടുത്ത് എന്നെ പൊതിഞ്ഞു പിടിച്ച ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എനിക്ക്. എന്റെ അബൂബക്കറിന്റെ മോള ആയിഷ. ആ ഒരൊറ്റ പരിഗണനയല്ലാതെ ആയിഷക്ക് ഞാൻ പ്രത്യേകിച്ചൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. അള്ളാന്റെ റസൂൽ കൊടുക്കുന്ന ഒരു ബന്ധാണ്. ഇന്നെന്താ നമ്മളിൽ ചിലരെ സ്വഭാവം, ഏട്ടൻ അനിയനെ കണ്ടൂടാ, അനിയൻ ഏട്ടനെ കണ്ടൂടാ, ഏട്ടൻ്റെ ഒക്കെ അനിയൻ്റെ ഓളെ കണ്ടൂടാ, അനിയൻ്റെ ഒക്കെ ഏട്ടൻ്റെ ഓളെ കണ്ടൂടാ. ഇതൊന്നും പുറത്തല്ലോ, പുറത്തല്ല ലോകിയായിരിക്കും, കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും, ഭയങ്കര വർത്താനമൊക്കെ ആയിരിക്കും. ഉള്ളുന്ന് അങ്ങോട്ട് പോയിട്ട് പറയും അല്ലേ അരിയായി പോയി എന്ന്. നെഞ്ചിൻ്റെ ഉള്ളിൽ പകയും വെറുപ്പും കൊണ്ടടക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. മരിക്കുന്നത് വരെ തീരാത്ത ദേഷ്യവും പകയുണ്ട്. പറഞ്ഞു പോയ വാക്കിന്റെ പേരിൽ മുറിഞ്ഞ മനസ്സുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവസാനം മരിച്ച് മണ്ണോട് ചേരുന്നതിന്റെ മുൻപൊന്ന് പൊരുത്തം വാങ്ങാതെ മരിക്കുന്ന എത്ര മനുഷ്യരാ മുസ്ലിം കുടുംബങ്ങളിലുള്ളതെന്നറിയോ? ഇതൊന്നും വിശ്വാസമില്ലാത്തവരാണ് പോട്ടെ എന്ന് വെക്ക. അവ്വൽ വക്തിന് ഒന്നാമത്തെ സൊഫിൽ വന്നിരിക്കുന്ന ഒരു വാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിന്റെ ഭംഗി കണ്ടെത്തി തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ലേ? എന്ത് കാവലാ നിങ്ങൾ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന്? എന്ത് സമാധാനത്തിൽ ഞങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത്? നാട്ടിലെ ഖുർആൻ ക്ലാസ് ഉണ്ടോ? ആഴ്ച തെറ്റാതെ പുളിക്കലിലും ആഴ്ച തെറ്റാതെ നാട്ടിലുള്ള ഖുർആൻ ക്ലാസിന്റെ പോരിശ പറയാന്ന് വിചാരിച്ചിട്ടുണ്ടോ റബ്ബിനോട്? വെള്ളിയാഴ്ചത്തെ മഹത്തരമായ ഖുർആനിന്റെ വചനങ്ങളെ പറ്റിയുള്ള ഖുത്ബ മാത്രം മതി എന്ന് വിചാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കിടന്നും ഇരുന്നും സങ്കടപ്പെട്ടും ബുദ്ധിമുട്ടിയും നിസ്കരിച്ചു തീർത്ത നെറ്റിത്തടത്തിലെ നിസ്കാരത്തയം കൊണ്ടും ഉടുക്കുന്ന സലഫി പർദ്ദ മഫ്ത കൊണ്ടും ഓതി തീർക്കുന്ന ഖുർആൻ കൊണ്ടും മാത്രം നിങ്ങൾക്ക് സ്വർഗം തരാന്ന് പഠിപ്പിച്ച മതമാണോ അള്ളാന്റെ മതം? ആ ബോധമുള്ളൂ ചിലർക്ക്. നിസ്കാരവും നോമ്പും ഒക്കെ ക്ലിയറാ, കുടുംബം നന്നാക്കുന്നില്ല, പരസ്പരം സ്നേഹിക്കുന്നില്ല. ശത്രുക്കൾ ഇന്റെ നേരെ ശത്രുതയായിട്ട് വന്നാൽ പോലും ഞാനതങ്ങ് വിട്ടുകൊടുത്തു. കാരണം അള്ള പറയാ, അള്ളാഹു കണക്ക് നോക്കുന്ന പോലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റൂല മനുഷ്യരെ. പടച്ചോൻ കണക്ക് നോക്കുന്ന പോലെ നിങ്ങൾ എത്ര പിണങ്ങി നടന്നാലും, നിങ്ങൾ എന്തൊക്കെ അവസരം കിട്ടിയാൽ തിരിച്ചു ചെയ്താലും റബ്ബ് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവൂല. നിങ്ങൾ അന്യായമായി കരയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരുണ്ടെങ്കിൽ അവരെ കാര്യങ്ങൾ അള്ളാഹനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്ക്. ദുനിയാവിൽ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചും അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അങ്ങ് ജീവിച്ചാൽ മതി. ഇത് കേട്ടപ്പം ചില സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, എന്നോട് പരസ്യമായി അക്രമം ചെയ്തവനാ, എന്നോട് ശത്രുത കാണിച്ചവനാ, എന്റെ ഹക്ക് കവർന്നെടുത്തവനാ, എന്റേതായ കാര്യങ്ങളിൽ എന്നെ ചതിച്ചവനാ, ഓനോട് ഞാൻ മിണ്ടണോ? ഓൻ എന്നോട് മിണ്ടാത്തതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെടണോ? റസൂലുള്ള പറഞ്ഞു, അത് വേണ്ട. ഇത് നമ്മളെല്ലാ പ്രയാസത്തിലും പെടുത്തിയിട്ട് അല്ലാഹ് ഓൻ മിണ്ടണില്ലല്ലോ, നമ്മളെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിച്ചോനെ നോക്കിയിട്ട് ഓൻ മിണ്ടിയില്ലല്ലോ, ഓൻ നമ്മളോട് സലാം പറഞ്ഞില്ലല്ലോ, ഓൻ്റെ സലാം അടക്കിയില്ലല്ലോ എന്ന് ബേജാറാവാനല്ല. പക്ഷെ എന്ന് കരുതി അവനോട് നിങ്ങൾ ശത്രുത കൊണ്ടടക്കണ്ട. ഓൻ ചെയ്തതിനുള്ളത് പടച്ചോൻ കണക്കൂക്കിക്കോളും, നിങ്ങൾ കണക്കുവെക്കാൻ മെനക്കെടരുത്. ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ. ആ ബന്ധങ്ങളെ പരസ്പരം സ്നേഹിക്കാൻ അതിനെന്തു വേണം മക്കളെ? നമ്മളെ ഇന്നത്തെ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായൊരു ബന്ധം ഈ രക്ഷിതാക്കള് മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു പരിഗണനയും ഒരു ചേർത്ത് നിർത്തലുമാണ്. കൂടുതലൊന്നും കൊടുക്കണം എന്നില്ല, കൂടുതലൊന്നും അവരാഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ഞാനൊക്കെ പറയാറുണ്ട്, ഞാനൊക്കെ ഒരു നിക്കാഹിന് പോയാല് ആ നിക്കാഹിന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഡെസേർട്ടുകളുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഒക്കെ ഉള്ള ഭാഗത്തേക്ക് ഞാൻ നോക്കൽ പോലുമില്ല. ഒക്കെ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്റെ തൊണ്ടക്കും അത് പറ്റൂല. അപ്പൊ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കാണാൻ രണ്ടു കൂട്ടരെയാ. നിങ്ങൾക്കും അറിയാം, ഒന്ന് പ്രായം കുറഞ്ഞ മക്കളും ഉണ്ടാവും, പിന്നെ കുറെ വയസ്സന്മാരും ഉണ്ടാവും. അതൊരു പൂതിയാ.
ഈ ഇരിക്കുന്ന പല അമ്മമാർക്കും അത് പൂതിയുണ്ട്, നാട്ടുകാരെ പേടിച്ചിട്ടാ, അല്ലെ ഒരു ഐസൊക്കെ വാങ്ങി ആടെ തന്നെ മൂഞ്ചണമെന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വാങ്ങിക്കൊടുക്കുമ്പോഴാ അത് സ്നേഹമാകുന്നത്, അത് പരിഗണനയാകുന്നത്. അല്ലാണ്ട് ഓളോട് ആദ്യേ പറയും നമുക്കൊരു ഔട്ട് ഫുഡ് കഴിക്കാം, ഓളേക്ക് ഉമ്മനെപ്പെന്താക്കൂ വാങ്ങല്ലേ, ആ വാങ്ങാം. പിന്നെ ഇറങ്ങാൻ നേരത്തൊരു മനസാക്ഷി കുത്ത്, ഉമ്മനെയും കൂട്ടലേ, ആ കൂട്ടി ഉമ്മ ഉണ്ടാവും. പണ്ടാരെന്ത് തെറിച്ച മാതിരി കൂട്ടം തെറ്റി ആടിന്റെ മാതിരി ഒരു സീറ്റിന്റെ മൂലയിൽ ഓല് 4 ആളുകൂടി ഉണ്ടാവും കടിച്ചു പറിക്കുന്നത്. അവിടെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് അടുത്തടുത്തിരുന്ന് ഇതൊക്കെ ആരോ പറഞ്ഞു തരണോ മനുഷ്യരെ? ഇതൊക്കെ ആരോ ക്ലാസ് എടുക്കേണ്ടതാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ നാട്ടിലൊക്കെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലർ പള്ളി കമ്മിറ്റിയിലേക്ക് പരാതി പറയാൻ വരും. അപ്പൊ ഞാൻ പറയലുണ്ട്, എത്ര മക്കളാള്? 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. പള്ളിന്റെ പടിയിലേക്ക് ആ പ്രശ്നം പറയാൻ വരരുത്. 4 ആൺമക്കൾ ഉണ്ടായിട്ടും ബാപ്പന്റെ ഇമ്മന്റെയും കാര്യത്തെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ മക്കളാന്ന് പറഞ്ഞ് നടക്കുന്നതിന് എന്ത് കാര്യമുള്ളത്? അവിടെ മൂത്ത കാരണം ഒരു എഴുന്നേറ്റ് നിട്ട് പറയണതാ ബാപ്പന്റെ ഇമ്മന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം. അതാര് കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഇരിക്കിന്റെ സ്വർഗത്തിലേക്കുള്ളതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്റെ ഇങ്ങളെയൊക്കെ പറയാനുള്ള അഡ്രസ്സ് ഇപ്പോഴും മാതാപിതാക്കൾ തന്നെയാ, ഇപ്പോഴും മാതാപിതാക്കൾ തന്നെയാ. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് അതിന്റെ വേദന, ഏകാന്തത. ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ വേദനയതാ, ഒരാളില്ലാണ്ടായി പോവുക എന്നുള്ളത്. ഇപ്പം മക്കളെ പിടിച്ചിട്ട് ഒരു ഉമ്മ ധൈര്യത്തിൽ ജീവിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? വാപ്പന്റെ നെഞ്ചിന്റെ ബലമുള്ളതുകൊണ്ടാ. വാപ്പന്റെ നെഞ്ചിന്റെ ബലമുള്ളത് കൊണ്ടാ ഒരു ഉമ്മ മക്കളെ ധൈര്യത്തിൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാർദ്ധക്യത്തിലെത്തുമ്പം പടച്ചോൻ പറഞ്ഞതും ആ മാതാപിതാക്കളെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കണം കേട്ടോ. അവരെ മനസ്സ് വേദനിപ്പിക്കാതെ സങ്കടപ്പെടുത്താതെ 6 അടി മണ്ണിലേക്ക് നിങ്ങൾക്ക് അവരെ യാത്രയാക്കാൻ പറ്റണം. അങ്ങനെ ഒരു യാത്രയപ്പ് രക്ഷിതാക്കൾക്ക് കൊടുത്ത മക്കളാണെങ്കിൽ ദുനിയാവിൽ എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാവും. എന്ത് പരീക്ഷണം ഉണ്ടെങ്കിലും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവ കഥ പറഞ്ഞുതരാം. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, എൻ്റെ ഈ പ്രസംഗം മാതാപിതാക്കളെ പറ്റി എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നത് എന്തിനത്രക്ക് പറയുന്നത്. കാരണം വാപ്പാനെ തച്ച മോന്റെ കഥ കേട്ടിട്ടു അവസാനം തല്ല് കിട്ടിയ വാപ്പ നെറ്റിയും ചുണ്ടും പൊട്ടി ഹോസ്പിറ്റലിൽ പോയി തുന്നിട്ടിട്ട് ഫസ്റ്റ് വിളിച്ച എന്നെയാ. കയറി ചെന്ന് കൈ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചതേ, ഓൻ എന്നെ തല്ലുമ്പോഴും ചുണ്ടു പൊട്ടുമ്പോഴൊന്നും എനിക്ക് വേദന ഇല്ലായിരുന്നു, പക്ഷെ അത് പരിക്കൊക്കെ പറ്റി തുന്നിക്കൂട്ടി വീട്ടിക്ക് ഇങ്ങനെ വരുമ്പോ ചെറുപ്പത്തിൽ ഓന്റെ കുസൃതിയും ഓൻ അന്ന് എന്നെ കല്ലെടുത്തെറിഞ്ഞതും ആ കല്ലെടുത്തെറിഞ്ഞപ്പോ എന്റെ തല പൊട്ടിയതൊന്നും അന്ന് എനിക്കൊരു വേദന തോന്നിയില്ല. പക്ഷെ ഇന്ന് ഈ പ്രായത്തിൽ ഓൻ എന്നെ തച്ചപ്പോ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വേദന. പറഞ്ഞൊന്ന് കരയാൻ പോലും എൻ്റെ പെണ്ണുങ്ങളില്ല, കാരണം ഭാര്യ ആദ്യം മരിച്ചു പോയതാ. എന്നിട്ട് ആ വാപ്പ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയാം നിങ്ങൾക്ക്? അങ്ങനെ എൻ്റെ മനസ്സ് തോന്നിപ്പോയതിൻ്റെ പേരിൽ പടച്ചോൻ ഓനെയും മക്കളെയും ശിക്ഷിക്കോന്നൊരു പേടിയിരിക്കുന്നു. അതൊരു വാപ്പൻ്റെയും എൻ്റെയും മനസ്സാ. അത് ഇന്ന് ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് മക്കളുണ്ടായപ്പോൾ മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റില്ല എന്നുള്ളത്, ഒന്നും പറയുവാൻ പറ്റൂല എന്നുള്ളത്. കാരണം ഒരു ഉമ്മാന്റെ നാവ് പറഞ്ഞാൽ മതി, അത് ദുനിയാവെന്ന് തന്നെ പടച്ചോൻ തരുന്ന. അതുകൊണ്ടാ ആ മകൻ പറയാ, ഞാൻ നല്ല നിലക്ക് വാപ്പനെയും ഇമ്മനെയും ഒക്കെ നോക്കിയിട്ടുണ്ട്. അവസാനം ഇപ്പൊ അവന് പൊളിഞ്ഞ് ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ബിസിനസ് ഒക്കെ പൊളിഞ്ഞ് ഒന്നുമില്ലാതൊരു വാടക വീട്ടിൽ ജീവിക്കുക. എന്നിട്ടും ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് പറയാ, ഒരാളുടെയും ഹക്ക് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എനിക്കുള്ളൊരു വലിയ സമാധാനം, എൻ്റെ അടുത്തുനിന്ന് എൻ്റെ വാപ്പയമ്മയും മരിച്ചുപോയത്. വാപ്പയമ്മയും യാത്രയാകുന്ന സെക്കൻഡ് വരെ ഞാൻ അവരെ ഏറ്റവും നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട്. അതിന് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ, ഞാൻ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ, എൻ്റെ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പടച്ചോന്റെ ശിക്ഷയായിക്കൂല. അല്ല, ഞാൻ പരീക്ഷിക്കുന്നത് തന്നെയായിരിക്കും എൻ്റെ സ്വർഗം എനിക്ക് തരാൻ. അതൊരു വലിയ സമാധാന ചിന്തിക്കുമ്പോൾ. അതധികം മക്കൾക്കൊന്നും കിട്ടൂല. വാപ്പനെയും ഇമ്മനെയും നോക്കിയ മക്കൾക്കും മരിയക്കൊക്കെ അത് കിട്ടൂ. അല്ലാണ്ട് മരിയക്കൊക്കെയായാലും മക്കൾക്കായാലും കുറച്ച് കാലം കഴിഞ്ഞ് വാപ്പയമ്മയും മണ്ണിൻ്റെ അടിയിൽ പോയി നമ്മൾ അത്യാവശ്യം മക്കളെയൊക്കെ കെട്ടിച്ച് മൂത്തം കെട്ടിക്കൊണ്ടുവന്ന പെണ്ണെന്നെ നമ്മളോട് കൊടുവാളെടുത്ത് ചാടുമ്പം ആദ്യം പോകുന്ന ചിന്ത അങ്ങോട്ടേക്കെന്ന് അറിയാം നിങ്ങൾക്ക്? ഇതെനിക്ക് കിട്ടേണ്ടതാ, കാരണം മൂപ്പരമ്മനോട് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും. ആ ചിന്തക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, അത് പോവില്ല. അത് നിങ്ങൾ 4 മക്കളെ കൊണ്ട് കെട്ടിച്ചിട്ട് 4 മക്കൾ നിങ്ങളെ പൊന്നുപോലെ നോക്കിയാലും ആ വേദനയും നീറലും നെഞ്ചിൻ്റെ ഉള്ളിന്ന് പോണേ ഞാനും നിങ്ങളും മണ്ണിലേക്ക് മടങ്ങണം. എത്രയെത്ര മാതാപിതാക്കളാ നെഞ്ചുപൊട്ടി ജീവിക്കുന്നതെന്നറിയോ? എത്ര പേരാ സങ്കടവും സങ്കടത്തിന്റെ പരാതികളുമായിട്ട് പറയാൻ പറ്റാതെ ജീവിക്കുന്നറിയോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് തന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എവിടെ എത്തിക്കോട്ടെ, വലിയ വിദ്യാഭ്യാസം നേടലോ വലിയ ഡിഗ്രി വാങ്ങലോ വലിയ A+ന്റെ രാജാക്കന്മാരാകലോ അല്ല മുഖ്യം. മറിച്ച് ജനിപ്പിച്ച മാതാപിതാക്കളെ ഏറ്റവും മനോഹരമായിട്ട് നോക്കുക. നാളെ പടച്ചോന്റെ അരികിലേക്ക് ചെല്ലുമ്പം ഒന്നും കയ്യിലില്ലെങ്കിലും
മാതാപിതാക്കളെ നോക്കി എന്ന കാരണം കൊണ്ട് മാത്രം പടച്ചോൻ സ്വർഗം കൊടുക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവും ഉറപ്പിക്കുക. ഭൂമിയോളം ക്ഷമിക്കേണ്ടി വരും, അത് ക്ഷമിക്കാനുള്ള കഴിവ് പടച്ചോൻ നമുക്ക് തന്നിട്ടുണ്ട്. ഭൂമിയോളം താവേണ്ടി വരും, താവാനുള്ള രീതി പടച്ചോൻ നമ്മളെ കാണിച്ചെന്നിട്ടുണ്ട്. അത് നമ്മളുടെ ശൈശവ ചെറുപ്പ കാലഘട്ടത്തിൽ യാത്രക്കിടയിൽ പോലും ഉമ്മാക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോ ഒരു 2 അടി മോൻ നടക്കുമോനെ എന്ന് പറയുമ്പം ഉമ്മ വെച്ച അതേ സ്ഥലത്ത് നനങ്ങാതെ നടക്കാതിരിക്കുമ്പോ 10 അടി നടന്നിട്ടും മോനെ വിചാരിച്ചിട്ട് ഉമ്മ തിരിച്ചു വന്ന് ഒക്കത്തെടുത്തിട്ടുണ്ടെങ്കിൽ, ഒക്കത്തെടുത്ത കുഞ്ഞനെ പിടിച്ച് കമ്പിയും പിടിച്ച് മണിക്കൂറുകളോളം ഉമ്മ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, നട്ടപ്പാതിര നേരത്ത് മകൻ മൂത്രമൊഴിച്ച് കിടന്നാ പോലും ആ നനവിന്റെ മോന് പ്രയാസാന്നറിയുമ്പോ ആ നനവ് മാറ്റി പുതിയ ശീല വെച്ച് അർദ്ധമയക്കത്തിനിടയിലും രാത്രി ഒരു നല്ല ഉറക്കം കിട്ടാതെ ഉമ്മ നമ്മളെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ, ആ ക്ഷമയും ആ പക്വതയും വാർദ്ധക്യത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്നിടത്ത അഭിമാനം. ആ മാതാപിതാക്കൾക്ക് നമ്മളൊരു കരുത്താവണം. തളരാതെ തകരാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ ദുനിയാവെന്ന് തിരിച്ചവരെ യാത്രയാക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവണം. ജീവിച്ചിരിക്കുമ്പോഴേ ഇതൊക്കെ നടക്കൂ. മരിച്ചു കഴിഞ്ഞിട്ട് വൽപ്പത്തര വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം? ചിലരൊക്കെ അങ്ങനെ ഇരുന്ന് പറയുന്നത് കാണാം, അമ്മക്ക് മരിയക്കളിയിൽ ഇന്നോട് അതിന് ഏറ്റവും ഇഷ്ടം, ഞാൻ എന്തേലും കൊടുത്താലേ തിന്നതിനും ഇന്നോട് വർത്താനം പറയാനതിനും ഉമ്മക്ക് ഇഷ്ടമെന്നു. നാം മരിക്കുന്നത് വരെ നല്ലോണം ഒരു വർത്താനം പറഞ്ഞ് നോക്കിയിട്ടുണ്ടാവും. ഇതൊന്നുമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പറയാലോ. അപ്പൊ എനിക്കും പറയാം, എഞ്ചമ്മക്ക് ഇന്നോട് അതിനും ഭയങ്കര ഇഷ്ടം, ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു. അതെല്ലാ മക്കളെയും മാര് നോക്കിക്കണതാണ്. അതുകൊണ്ട് തന്നെ ഒരു കരുത്തുണ്ടാവണം, കൊടുക്കണം നമ്മളെ മക്കൾക്ക്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടും പറയാണ്, മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് ഒരിക്കലും, ഒരു മക്കൾക്കിടയിലും. അത് വിദ്യാഭ്യാസത്തിലാവട്ടെ, ചെറുപ്പ കാലഘട്ടാവട്ടെ, വലുപ്പ കാലഘട്ടത്തിൽ. ഇപ്പൊ ഞാനൊരു അധ്യാപകനാണല്ലോ, അപ്പൊ ചിലപ്പോ ഒക്കെ ഞാനിങ്ങനെ കുട്ടികളെയൊക്കെ രക്ഷിതാക്കളെയൊക്കെ വിളിച്ചോ എൻ്റെ പഠന പ്രയാസങ്ങളൊക്കെ അങ്ങനെ പറയും. ആ സമയത്ത് ചില അമ്മമാരൊക്കെ ഇങ്ങനെ വരും പരാതി പറയാൻ. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും, എൻ്റെ ഈ കുട്ടീൻ്റെതല്ല, ഇതിനെ മൂത്ത കുട്ടി മോള് ഹന, ആ ഹന ഓള് നല്ലോണം പഠിക്കുന്നല്ലോ. അപ്പൊ മൂപ്പത്തി തന്നെ പറയും, ആ ഓളിന്റെ മാതിരിയാ, ഇത് മൂപ്പരാതിരിയാ, പൊട്ടനാ. അങ്ങനല്ല, അത് മൂപ്പര മാതിരിയാന്ന് പറയാ. അങ്ങനെ ഒരു വേർതിരിവ്, ചെറുപ്പത്തിലെ വേർതിരിവ്, കൊടുക്കുന്നതിൽ, സ്നേഹിക്കുന്നതിൽ. ആ വേർതിരിവ് മക്കളെ മനസ്സിൽ വലുതായാലും മാറൂല. നിങ്ങൾ ഇന്ന് ചില ഭാര്യമാർക്കറിയാം, ചില ഭർത്താക്കന്മാർ പറയും, ഉമ്മക്കല്ലെങ്കിലും ചെറുപ്പത്തിലേ അങ്ങനെയായിരുന്നു, എന്നോടൊരു അകലായിനെപ്പോഴും, എന്നോടൊരു അകലായിനും ഉമ്മക്ക് ഭർത്താവ് പറഞ്ഞത് കേട്ട് ഒരുപാട് ഭാര്യമാർ ഈ കൂട്ടത്തിലുണ്ട്, എനിക്കറിയാം. ഇതേപോലെ തന്നെ ചില പെൺകുട്ടികളും പിയാപ്പിളാരോട് പറയും, ഉമ്മക്കല്ലെങ്കിലും എന്നോടൊരു പ്രത്യേകത ആയിരുന്നു, കറുത്തോൾ വെളുപ്പ് ഇതൊക്കെ നോക്കിയിട്ട്. അത് ഉമ്മാർക്ക് അല്ലെങ്കിൽ ചില മാതാപിതാക്കൾക്ക് മക്കളോട് മാത്രമല്ല, മക്കളോട് വരെ ആ വേർതിരിവുണ്ട്, പേരക്കുട്ടികളോട് വരെ. വെറുതെ ദേഷ്യം പിടിക്കുക. മോന്റെ മക്കൾ വന്നാൽ ഭയങ്കര തക്കാരായിരിക്കും. ആ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക, ആ മക്കൾക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക, ആ മക്കൾക്ക് ഒളിച്ചും പാത്തിയിട്ട് മുട്ടായി ഉണ്ട കൊടുക്കുക. അത് മോളെ മക്കൾക്ക്. എന്നാൽ സ്വന്തം വീട്ടിൽ മോന്റെ മക്കളുണ്ടെങ്കിലോ ഒരു 5 പൈസന്റെ മുട്ടായിട്ട് കൊണ്ട കൊടുക്കുകയില്ല. എന്തെങ്കിലും ഒരു ഒച്ചപ്പാടുണ്ടായി ആപ്പിളേക്ക് തെറിയും വിളിച്ച് ഒച്ചപ്പാടും ഉണ്ടാക്കും. എല്ലാ വല്യാപ്പാരുമാരും അങ്ങനെയാന്നല്ലോ, നിങ്ങൾ മനസ്സിലിഞ്ഞ പ്രാകരുത്. ചില കുടുംബത്തിൽ അങ്ങനെയാ, മക്കളോടും മര്യക്കളോടും പേരക്കുട്ടികളോടും വരെ വെറുപ്പ്. എന്റെ പ്രസംഗത്തിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മര്യക്കൾക്കിടയിൽ പോലും ആളും തരവും നോക്കി സ്നേഹിക്കുന്നവരുണ്ട്. നോമ്പ് തുറക്കാതെ നോമ്പൊക്കെ വരിക, ചില മര്യക്കളെ വീട്ടിലേക്ക് ആദ്യത്തെ 10ന്റെ ഉള്ളിൽ തന്നെ പോകും. ഇതൊക്കെ ഏത് നയമാണ്? അള്ളാഹു ആയാലും. അപ്പൊ അങ്ങനെയൊക്കെയാ ഇസ്ലാമില്. ഇപ്പൊ പുതിയ നമ്മളെ നിയമങ്ങളാണല്ലോ. പുതിയ കല്യാണാണെങ്കിൽ ആദ്യത്തെ 5ന്റെ ഉള്ളിൽ തുറപ്പിക്കണം. തുറപ്പിച്ചില്ലെങ്കിലോ ആ കുടുംബം പിന്നെ നന്നാക്കണേ 10 മധ്യസ്ഥം വേറെ പറയണം. എന്താ? ആദ്യത്തെ 5ന്റെ ഉള്ളിൽ വിളിക്കാൻ വന്നില്ല. ധാരേല നമ്മളെ കൂട്ടത്തിലുള്ളവരിൽ ഇതൊക്കെ അപ്പൊ കണക്ക്. ഞാൻ പറയാറുണ്ട്, എത്ര പുരോഗമനാന്ന് നമ്മൾ ചിന്തിച്ചാലും എത്രയോ അന്ധവിശ്വാസത്തിലാ. ഞാനിപ്പോ പൊരണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ മനസ്സുകൊണ്ട് കണക്കൂട്ടിയായിരിക്കും, എന്ത് ഓള പൊരേന്നായിരിക്കും ഇപ്പൊ കട്ടിലും അലമാരി മേശയും ചില്ലിട്ടം ഇതൊക്കെ. അത് കിട്ടിയില്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാലോ പിന്നെ ആ കുത്തുവാക്കായി, കൂർത്തവാക്കായി, മോശമായി. ഇത് നേരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഓളമ്മ വരുമ്പോ അങ്ങനെ പറയും, ഇഞ്ച മോക്ക് ഞാള് കൊടുത്തപ്പോ ഒന്നും നോക്കിയില്ല, ആടെ പോയി വാങ്ങിക്കൊടുത്തത്. ഇതെന്തിനപ്പോ പറയുന്നത്? ഇത് കേട്ടിട്ട് ഓളെ മനസ്സൊന്ന് ബേജാറാവണം. അവനാ കെട്ടിയോന്റെ പെണ്ണിന്റെ വാപ്പന്റെ മുതൽ കിട്ടണം ഓനൊരു പുര ഉണ്ടാക്കണമെങ്കിൽ, ഓന്റെ പുരയിലൊന്ന് കിടക്കാൻ കട്ടിൽ വാങ്ങണമെങ്കിൽ. ഇതൊക്കെ അപ്പോഴത്തെ നാട്ടുകാരെ എന്ത് രസാന്നറിയാവോ? 7ാം മാസത്ത് പള്ളാണാൻ പോവുക, അതൊന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഉമ്മ പ്രസവിച്ചാൽ പോലും കാണാൻ പോവുകയില്ല. ഇതപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ മത എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. നല്ല ദീനായിരിക്കും. 10ാം ക്ലാസ്സിൽ 1ാം തസ്ബിൽ ഉണ്ടാവും, പകുതി കണ്ണോടുകൂടി ഇങ്ങനെ കേട്ട് പഠിച്ച് പിറ്റേന്ന് മൊയ്യാർക്ക് ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് നാട്ടുകാരോട് പറയും, യാസീൻ ഞാൾ ഇന്നലെ തീർത്ത്. ഇതൊക്കെ ഒരു പവറാപ്പോ.
എല്ലാവരും അങ്ങനെയാന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾക്ക് പറയാറുണ്ട്, കോഴിക്കോട് ചിലർ പറയും തിങ്കളാഴ്ച അൻസാർ മൗലവിന്റെ ക്ലാസ്, ചൊവ്വാഴ്ച കെവിന്റെ ക്ലാസ്, ബുധനാഴ്ച ബഷീർ മൗലവിന്റെ ക്ലാസ്, വ്യാഴാഴ്ച മറ്റേ ഫർഹാനന്റെ ക്ലാസ്, വെള്ളിയാഴ്ച ജുമപ്പള്ളിയിൽ. പൊരയുള്ള പെണ്ണുങ്ങൾ ആണുങ്ങളോ ചിലപ്പോൾ ഇയാപ്ലാർ എൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, നിങ്ങളെ പ്രസംഗിക്കുമ്പോൾ ഭർത്താക്കന്മാരൊക്കെ നല്ലോണം നോക്കാൻ വേണ്ടി പ്രസംഗിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കും, ഇതെന്താ അപ്പൊ ഇങ്ങനെ? അല്ല, ഒന്നുമില്ല, ഓള് നല്ല പെണ്ണൊക്കെ തന്നെയാ, നല്ല ദീനാ, പിന്നെ MGMന്റെ നാട്ടിലുള്ള ആ യൂണിറ്റ് സെക്രട്ടറിയാ ഒക്കെ പറയുമ്പോൾ മൂപ്പര് മുഖത്ത് ഇങ്ങനെ ഒരു പ്രകാശ. പിന്നെ ഒന്ന് ചിരിച്ചിട്ട് മൂപ്പര് പറയും, ഓള് തിങ്കളാഴ്ച പറയും അവിടെ മീറ്റിംഗ്, ചൊവ്വാഴ്ച പറയും CD ടവറിൽ, അല്ലെങ്കിൽ ബുധനാഴ്ച പറയും പുളിക്കലങ്ങാടിയിൽ, വ്യാഴാഴ്ച പറയും ഖുർആൻ ക്ലാസ്. എനിക്കിപ്പോൾ ഒരു വെള്ളം കിട്ടണേ ഹോട്ടലിൽ തന്നെ പോകണം. അങ്ങനെ ഒരു ദീനൊന്നുമില്ല. അവനാന്റെ പിയാപ്പിളനെ നോക്കിയിട്ട് അള്ളാന്റെ ദീനൊന്ന് പൂർത്തീകരിച്ചാൽ മതി. അവനാന്റെ ഭർത്താവിനെ നോക്കിയിട്ട് അള്ളാന്റെ ദീനിനെ ഒന്ന് സ്നേഹിച്ചാൽ മതി. അതാ ഇസ്ലാം, അതാ ബന്ധം. കാരണം അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, ദുനിയാവിൽ പടച്ചോനല്ലാത്ത രാക്കുങ്ങൾ സുജൂദ് ചെയ്യാൻ അള്ളാഹ് കൽപ്പിക്കായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളെ ഭർത്താവിന്റെ മുൻപിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ആ ചിന്തയിലും ആ മനോഹരമായ ജീവിത രീതികളിലൊക്കെ തൻ്റെ മാതാവ് മക്കളോട് ആ വേർതിരിവ് കാണിക്കാതെ സ്നേഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരായത്തിറങ്ങിയ സന്ദർഭത്തിൽ ഞാനിത് പറയുന്നു. കുറേ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നും നമ്മൾ ഇസ്ലാമിനെ ശരിക്കങ്ങോട്ട് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്തോ വേണ്ടാത്ത വെച്ചുകെട്ടലും വേണ്ടാത്ത ചിന്തയും നമ്മളെ മനസ്സിലുള്ളത് കൊണ്ടാണ് കുടുംബം പോലും നശിച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു. ഈ സൈനബ റളിയല്ലാഹു തആല അൻഹക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാൻ സൈനബ റളിയല്ലാഹു അൻഹാനെ കല്യാണം കഴിച്ചു നടപ്പം കുറച്ച് സഹാബാക്കൾ കൂടെ പോയി. എന്തെങ്കിലും കിട്ടും, സൈനബ നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുള്ളത് കൊണ്ട് അള്ളാഹിന്റെ റസൂലിന് അത് ഇഷ്ടം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ വെച്ച് സൈനബ റളിയല്ലാഹു തആല അൻഹ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി. റസൂലും സഹാബത്തും അത് തിന്നു. വീണ്ടും സഹാബാക്കൾ പോണില്ല, അവരവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക. അള്ളാഹുവിന്റെ ആയത്തിറങ്ങി, നിങ്ങൾ ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അവര് അവരുടേതായ സന്തോഷത്തിലേക്ക് വിട്ടേക്കണം എന്ന് പറഞ്ഞാൽ റസൂലിനെയും സൈനബ റളിയല്ലാഹു തആല അൻഹയെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അത് സഹാബത്തിനോട് മാത്രമുള്ളതല്ല, സർവ്വന്മാരോടും വാപ്പാരോടും ഇല്ല. മക്കള് മാസത്തിൽ ഒരിക്കലെങ്ങാ മോൻ ഓളയും കൂട്ടി പുറത്തു പോയിട്ട് ഒരു 5 മിനിറ്റ് നേരം വൈകിയ ഉമ്മ നേരെ പെങ്ങളെ വിളിച്ചറിഞ്ഞു കൊടുക്കും, ഓളെ സാരിത്തുപ്പിലാ പോന്, ഇതൊന്നാം തടിയാ. വെറുതെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് മക്കളങ്ങോട്ട് ഇടങ്ങേറാക്കുക, ഇല്ലാത്ത നുണകൾ കുത്തിപ്പറഞ്ഞിട്ട് പെങ്ങന്മാരെ വിളിച്ചിരുത്തുക. അതുകൊണ്ടൊക്കെയാ നാത്തൂമാർക്ക് ആങ്ങളുടെ ഓളെ കണ്ടുകൂടാ, ആങ്ങളുടെ ഒക്കെ നാത്തൂനെ കണ്ണെടുത്താ കണ്ടുകൂടാ. എല്ലാം അങ്ങനെയല്ലട്ടോ, എല്ലാ കുടുംബത്തിലും അങ്ങനെയാ നിങ്ങൾ ചിന്തിക്കണ്ട. ഒരുപാട് കുടുംബങ്ങളിൽ അവിടെ മക്കൾക്കുള്ള ചില സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ അവരെ കൈപിടിച്ചെടുക്കണം എന്നാ. അവർക്കും സ്വന്തമായ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, സ്വപ്നങ്ങൾ ഉണ്ടാവും. അവർക്കും സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടേണ്ട ചില അനുഭൂതികൾ ഉണ്ടാകും. ഒരുമിച്ച് തമാശയിലും സന്തോഷത്തിലും അവർ കളിക്കൂട്ടുകാരെ പോലെ കഴിയേണ്ടി വരും. ആ സമയത്തൊക്കെ ഒരു പിടിച്ച പിടിയാലെ കുട്ടിക്കളിയാന്ന് പറഞ്ഞ് നടക്കല്ല വേണ്ട. ഓൻ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഓതി ഞമ്മക്കൂടി കിട്ടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, അത് സന്തോഷത്തോടു കൂടി വാങ്ങിയിട്ട് മക്കളെ മുൻപിൽ വെച്ചിട്ടൊന്ന് വായിലിടുക എന്നൊക്കെ ഉള്ളത്, ഒന്ന് തിന്നാന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓനോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ കടലക്കുട്ടായി ഉണ്ടോരണം, പുളിയച്ചാറും ഉണ്ടോരണം എന്നൊക്കെ. അതൊന്നും തിന്നാത്തൊരു മനുഷ്യന്മാർ കൂട്ടത്തിലില്ല. തിരിച്ചു ഓൻ കൊണ്ടുവരുമ്പോൾ ഓളെ മുൻപിൽ ഉമ്മാന്റെ മുൻപിൽ വെച്ച് കൊടുക്കാം, ഓന് പേടിയാ, എന്താ അമ്മ വേറെന്തോ വിചാരിക്കുമെന്ന്. അങ്ങനെ നിങ്ങളെ പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിലേ അവനാന്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അവിടെ നമ്മൾ നല്ല സ്നേഹമുള്ളവരാവണം, പരിഗണിക്കുന്നവരാകണം. മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ, ഭാര്യക്ക് അത് കൊടുക്കുമ്പോൾ, ഭാര്യ അതിലൊന്ന് നീട്ടുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കളി ഒന്നല്ല എനിക്ക് വയ്ക്കാനായി എന്ന് പറയലല്ല, ആ ഒന്നും ഇങ്ങോട്ട് വാങ്ങി. ഇതൊക്കെയാ മനുഷ്യരെ കുടുംബം, ഇതൊക്കെയാ ഒരു കുടുംബത്തിന്റെ കാവല്. അങ്ങനെ ഒരു ഉമ്മയൊക്കെ മരിക്കുമ്പോണ്ടല്ലോ, മോളാവണമെന്നില്ല, മരുവോള് നെഞ്ചു പൊട്ടിക്കരയും. മരുവോള് പടച്ചോനോട് ഓരോ ഭക്തിനും പറയും, അമ്മ പോയത് നിന്റെ പകുതിയല്ല മുക്കാലും പോയി റബ്ബേന്ന്. അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന മരക്കളിൽ നിന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും പടച്ചോനെ ഭയപ്പെട്ട് പരലോകം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മാക്കൊക്കെ കിട്ടൂ, വാപ്പാക്കൊക്കെ കിട്ടൂ. അത് കിട്ടിയിട്ടുണ്ട്. ചില ഉമ്മാർക്ക് കിട്ടൂല, വാപ്പാ കിട്ടും. ചില പെൺകുട്ടികൾ പറയൂലേ, അവിടുത്തെ ഉമ്മനെ സഹിക്കാനാവൂല, പക്ഷെ വാപ്പ പാവാട്ടോ. അവിടെ നമ്മൾ പറയിപ്പിക്കേണ്ടത് ഉമ്മയും വാപ്പയും ഞങ്ങളെ മനസ്സിലാക്കുന്നവരാണ്. അത് ഭർത്താവിൻ്റെ ആയാലും ശരി, ഭാര്യൻ്റെതായാലും ശരി. ഇനി അതേപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ, അവിടെയൊക്കെ നമ്മളെ മക്കൾക്ക് നമ്മുടെ ഏറ്റവും നല്ലൊരു മക്കൾ നമുക്ക് കാവലാകുന്നത് പോലെ മക്കൾക്ക് നമ്മളൊരു കാവലാകണം. അത്രക്കും മോശ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ലിബറൽ ചിന്താഗതികളും സ്വവർഗരതിയും ഒക്കെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുമെന്നറിയാല, 78 കേസുകളാ പെണ്ണും കല്യാണം കഴിക്കാൻ ഹൈക്കോടതി കൊടുത്ത്.
ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യര്? നമ്മളെ കോഴിക്കോട് ജില്ലയിൽ നിന്നും 2 പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിച്ച് ഒളിച്ചോടിയതിന്റെ 2 ദിവസം മുൻപ്, അതിന്റെ ഓടുന്നതിന്റെ 2 ദിവസം മുൻപ് അതില് താമരശ്ശേരിയുള്ള പെൺകുട്ടീന്റെ അമ്മ എന്നെ കാണാൻ കോഴിക്കോട് വന്നിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, ഫോൺ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഉമ്മ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു വഴി പിഴച്ചു പോകാനുള്ള ഒരു വഴി എന്റെ മക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല ഉസ്താദേ. കാരണം എന്റെ പിയാപ്പ എന്ന് പറഞ്ഞ പടച്ചോനെ സ്നേഹിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാ. എന്റെ മോക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുത്തൊരു വാപ്പയാ. എന്റെ മോളെ ഞാൻ പ്രാണനെ പോലെ ഓളെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയാണ്. എന്നിട്ടും എന്റെ മോള് കൂടെ പഠിക്കുന്ന മുടി മുറിച്ച് സ്വയം ആണായി മാറിയ ഒരു ആണെന്ന് പറയുന്ന പെണ്ണിന്റെ കൂടെ പോയപ്പോ അമ്മക്ക് സഹിക്കുന്നില്ല. ഞാൻ ഇവിടെ പറയുന്നത് അമ്മാൻ അനുഭവിച്ച വേദനയെ പറ്റി മാത്രമല്ല, അങ്ങനെ രഹസ്യമായിട്ട് നമ്മളെ മക്കളെ പലരും സ്വാധീനിക്കുന്നുണ്ട്. കോഴിക്കോട് ഞാൻ കുത്തുബ പറയുന്ന ഷാദുലി പള്ളിയിൽ വെച്ചിട്ട് ഒരിക്കലും ഞങ്ങളൊരു ടീനേജ് ക്ലാസ്സുകാർക്കൊരു ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. അതിന്റെ തൊട്ടു പിൻപിലുള്ള ഒരു സഹോദരിയാണ് സംഘടിപ്പിച്ച് അവരുടെ കീഴിൽ. ആ സംഘടിപ്പിച്ച സമയത്ത് അവരൊരു കൗൺസിലിംഗ് അഥവാ രഹസ്യമായിട്ടൊരു കൗൺസിലിംഗ് നടത്തിയപ്പോ ഭയപ്പെടുത്തുന്ന ചിന്തകളാ മക്കളെ മനസ്സിലുണ്ട്. കാരണം പെൺകുട്ടികൾക്കൊക്കെ തോന്നി പ്രസവിക്കുക, മക്കളുണ്ടാക്കുക, പിന്നീട് അങ്ങനെ ജീവിക്കുക, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സ്വയം സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുക, അതിലേക്ക് അവരെത്തിപ്പെടാനുള്ള പിന്തുണയും ചിന്തയും ഇന്നത്തെ മീഡിയ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതിനാണ് ലിബറലിസം എന്ന് പറയാ. അവരാദ്യം കുത്തിവെച്ചത് എന്താണെന്നറിയോ? പെൺകുട്ടികളെ മനസ്സിലേക്ക്, പെൺകുട്ടികളെ നിങ്ങൾ ആൺകുട്ടികളെ മാതിരി ആവണം. അപ്പൊ പെൺകുട്ടിയൊക്കെ തോന്നി തരക്കേടില്ലല്ലോ, ഓനെന്തു സുഖ, നട്ടപ്പാതിരക്ക് നടക്ക, പാൻറ് ഉടുക്ക, ഓൻ ഏത് ഒറ്റക്ക് സിനിമക്ക് പോകാം, ഒറ്റക്കറിയാം. ഞങ്ങൾ ആരെങ്കിലും ഒന്ന് റൊട്ടുമക്കൂടെ പോയാൽ ചോദ്യം എട്ടാടി, ഓൻ ഒറ്റക്ക് 2 ആൾക്ക് ബൈക്കുമക്കേറ. ഈ ലിബറൽ ചിന്താഗതി നിങ്ങളെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ട് നിങ്ങളോട് പറയാം, അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ആണുങ്ങളെ മാതിരി ജീവിക്കണം. ഞാൻ എന്റെ മക്കളോടാ പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും തോന്നുക എന്നാ പിന്നെ ആണാണല്ലോ, അപ്പൊ ആണാൻ എന്താ മാർഗം? ആണിന്റെ പാൻറ് ഉടുക്കണം, ജെൻഡറൽ ന്യൂട്രാലിറ്റി. അപ്പൊ നിങ്ങൾക്കും തോന്നി വേണം, ഞാക്കും വേണം പാൻറും കുപ്പായവും. രണ്ടാമതോൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ തമ്മിൽ തന്നെ നിങ്ങളുടെ സൗകര്യം നോക്കി ജീവിക്കണം. ഇതൊരേ പ്രോസസ്സിംഗ് ആണ്. ശരിക്ക് കേൾക്കണം കേട്ടോ, ഒരേ പ്രോസസ്സിംഗ് ആണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് പെണ്ണിനെ കെട്ടിയാലും ആണിനെ കെട്ടിയാലും പ്രത്യേകിച്ച് പിന്നീട് ലൈംഗിക ബന്ധത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാ. കുറച്ച് കാലം കഴിയുമ്പോൾ മടുക്കും, കാരണം ഒരേ പ്രോസസ്സിംഗ് ആ. അങ്ങനെ മടുക്കുന്ന അവസരത്തിലാണ് പടച്ചോൻ പറഞ്ഞത് വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ. പിന്നെ നിങ്ങൾ ജീവിക്കേണ്ടത് കുടുംബത്തിന്റെ മനോഹരത്തിന് വേണ്ടിയാവണം. കാരണം ഭാര്യ ഭർത്താക്കന്മാർ ആദ്യത്തെ ഒരു കൊല്ലത്തൊക്കെ ജീവിതം എപ്പോഴും കുത്തിരിക്കുന്ന അമ്മാരെ മനസ്സിലുണ്ടാവും, എന്തോ ഒരു രസമായിരുന്നു, മൂപ്പര് വരാനും നേരത്തെ വരും, കൊണ്ടുകിടക്കാനൊക്കെ എന്തൊരു പൂതിയായിരുന്നു. വന്തിമ പോകുമ്പോൾ എന്നോട് കൈ പിടിച്ചിന്റെ വയറ്റും ഇങ്ങനെ കിട്ടിയിട്ട് പറയും ഇവിടെ പിടിച്ചാൽ മതി എന്ന് നോക്കാം. ഇപ്പൊ നടുവിലൊന്നും അതിന്റെ ബേക്കിൽ മൂപ്പര് കമ്പിമലും ഉണ്ടാവും. എന്നാലും അതിനൊരു രസമല്ലേ? അതെന്തുകൊണ്ടാണെന്നറിയോ? പിന്നെ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയി ഇനി ജീവിക്കുന്നത് മക്കളും ആ മക്കളുടെ സന്തോഷവും അതിൻ്റെ ഇടയ്ക്ക് ജീവിതത്തിന്റെ ഒരു സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുക. ആ സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ പോവുക. ഒരു നിരാശല്ല, മടുപ്പുമില്ല, വെറുപ്പുമില്ല. പാപ്പനങ്ങൾ നോക്കി, തുടക്കത്തിൽ നല്ല സ്നേഹമായിരുന്നു, മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളായപ്പോൾ അയാൾക്ക് ബോധ്യപ്പെട്ടു ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ലോണം അധ്വാനിച്ച് നീക്കിയിരിപ്പൊക്കെ വേണം. ആദ്യത്തെ 2 പെൺകുട്ടികളാണ്, അയാൾ ഒന്നും കൂടി അങ്ങോട്ടൊന്ന് പിടിച്ചു നിൽക്കും. പിന്നെ അയാളെ ജീവിതം ആ ഒരു മനോഹരമായ രീതിയിലാണ്. നാളെ ലിബറൽ ചിന്താഗതിക്കാർക്ക് നഷ്ടപ്പെടുന്നത് ആ ബന്ധ. കാരണം പെണ്ണും കല്യാണം കഴിച്ചാൽ മക്കളുണ്ടാവില്ല, ആണും കെട്ടിയാലും മക്കളുണ്ടാവില്ല. അതോടുകൂടി ഒരു നിങ്ങളോട് പറയും പിന്നെ ജീവിതത്തിന്റെ സമാധാനം എന്തിലാ? കുത്തിവെക്കുന്ന കഞ്ചാവിലും നാവിനടി തിരികുന്നതിലുമാണ്. അങ്ങനെയാണ് ഈ മക്കൾ പലപ്പോഴും നശിച്ചു പോകുന്നത്. ഈ കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിച്ച് പൂസായി റോട്ടുമ്മ കിടന്ന് പെൺകുട്ടികളാ. ഇത് ചെറിയ കളിയല്ല, അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുക നമ്മളെ മക്കളെ. ഇത് കേട്ട് ചിരിക്കേണ്ടതുമല്ല, ആരാന്റെ കുടുംബം നോക്കിയ അത്ഭുതപ്പെടേണ്ടതുമല്ല. നാളെ നിങ്ങളെ മക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തും. അത്രക്ക് ഭയാനകമായിട്ടാണ് നമ്മളെ മക്കളെ അവർ സ്വാധീനിക്കുന്നത്. കലാലയ വിദ്യാലയ സ്ഥാപനങ്ങളിൽ പോലും ജെൻഡറൽ ന്യൂട്രാലിയേക്കാൾ ഈക്വാലിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പെണ്ണിന്റെ അടുത്ത് ആൺകുട്ടീനെ ഇരുത്തി പഠിപ്പിക്കാൻ സർക്കുലർ ഇറക്കിയില്ലേ? അതുകൊണ്ട് രക്ഷിതാക്കളോട് നമ്മളെ മക്കൾക്ക് നമ്മളേ ഉള്ളൂ. അവര് നശിച്ചാൽ പറയാൻ 100,000 ആൾക്കാരുണ്ടാവും. ഓൾക്ക് അതൊരു കഥ മാത്ര. ഞാൻ എൻ്റെ ഭാര്യനോട് ഇടക്കിടക്ക് പറയുന്നു, നിന്റെ പെങ്ങന്മാരോട് പറയാ, നിന്റെ ഭാര്യമാരോട് പറയും പോലെ നിങ്ങളോട് പറയുന്നത് അതേ കൊലത്ത് പറയാ. നിന്റെ മോള് നശിച്ചാലേ അയൽപ്പക്കത്തെ ആളുകൾക്കും കേട്ടിക്കുന്നവർക്കൊക്കെ അതൊരു കഥ മാത്ര, അതൊരു രസം മാത്ര. എന്നെ വെറുക്കുന്നവർക്ക് അതൊരു രസ, എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു കഥയും ഒരു അത്ഭുതവും മാത്ര. അൻസാറിന്റെ മോളോ എന്ന് ചോദിക്കേണ്ട ഒരു അത്ഭുതം.
വേറെ ചിലർക്ക് നന്നായിക്ക് നാടോട്ടക്ക് പ്രസംഗിച്ച് നടന്നിട്ടല്ലേ ഓനെ കിട്ടണം എന്നും പറയുന്നവരുണ്ടാവും. ഞാൻ ഓളോട് പറഞ്ഞു, നശിക്കുന്ന എനിക്കും എനക്കുവാ നശിക്കുന്നത്. ആ ബോധന്മാരെ നിങ്ങൾക്ക് ഉണ്ടാവണം, നിങ്ങളെ മക്കളെ തൊട്ട്, നിന്റെ മക്കളെ തൊട്ട്. പക്ഷെ അവിടെ എന്തു വേണം? അവനവന്റെ മക്കളുടെ പോക്കും വരവും ചിന്തയും അവരുടെ ഓരോ സെക്കൻഡും തിരിച്ചറിയാൻ പറ്റുന്ന, അവർക്ക് കാവലാകുന്ന മാതാപിതാക്കളാവണം. നമ്മളെ മക്കളെ 100% വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. 90% വിശ്വസിച്ചാലും ഒരു 10% എപ്പോഴും നമ്മളോട് പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അവരെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിക്കണം. അതുണ്ടാവും, പക്ഷെ ഇന്നത് അംഗീകരിക്കൂല ചില മാതാപിതാക്കൾ. അതാ പ്രശ്നം. ഇപ്പൊ ഞാനൊക്കെ പറയാറുണ്ട്, 2 മക്കൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ അതിൽ ഒരു കുട്ടീനെ ഒരു ചങ്ങായി കാത്തിക്കുന്നുണ്ട്. ഓന്റെ പെരവള് വർത്താനം പറയുന്നുണ്ട്. അപ്പൊ ഇത് കൂടെ പോകുന്ന പെണ്ണ് ഓളമ്മനോട് പോയി പറഞ്ഞു, അമ്മേ എന്റെ കൂടെ വരുന്ന ഇന്നോളെ ഒരു ചങ്ങായി കാത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ കൂടെയുള്ള കുട്ടീൻ്റെ അമ്മ എന്താ നല്ലത് വിചാരിക്കുക? ആ കുട്ടീൻ്റെ അമ്മനെ ഒന്ന് അറിയിക്കട്ടെ. നേരെ ആ കുട്ടീൻ്റെ അമ്മനെ അങ്ങനെ വിളിച്ചിട്ട് പറയും, നിങ്ങളെ മോളെ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ മോള് പറയുന്നത് നിങ്ങളെ മോളെങ്ങനെ കാത്തിക്കാൻ ഒരുത്തം ബൈക്കുമായിട്ട് കുളിക്കൽ സൈഡിലുണ്ട് നിൽക്കുന്നുണ്ട്. ആ ബസ് ആടെത്തുമ്പോൾ ഓൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു 4 ദിവസം വാപ്പാനോട് ഓളെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ചെന്നിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആങ്ങളെ ഒന്ന് ചെന്നിക്കാൻ പറയണേന്ന് അറിയുമ്പം ഈ ഉമ്മ ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് വാപ്പാനെ വിളിച്ചറിയ എന്തെങ്കിലും അറിയോ? ഇത് കേൾക്കേണ്ട ഒരു രസം. ഓള് നമ്മളെ മോളെ പറ്റി കുറ്റം പറയുക, ഓളെ മോളെ നന്നാക്കട്ടെ. എൻ്റെ മക്കൾ അങ്ങനത്തെ മക്കളല്ല, ഇങ്ങനെയല്ല പറയുന്നുണ്ട്. നിന്റെ മക്കളിൽ ആരെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ ആ തെറ്റിന്റെ മക്കൾ ആഹറോ ദുനിയാവും നശിപ്പിക്കെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കണം. അത് പടച്ചോൻ കാണിച്ചിരുന്ന ഒരു വഴിയാന്ന് ചിന്തിക്കണം. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ആലോചിക്കണം, അന്വേഷിക്കണം. മക്കളെ കൂടെ ഇരിക്കണം, അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കണം. ഒരു വാപ്പന്റെയും ഇമ്മന്റെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധം പോലും മക്കളെ മനസ്സിനെ പാകപ്പെടുത്തുന്നുണ്ട് എന്നാ. അതുകൊണ്ടാ അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു സൈക്കോളജി നോക്കിങ്ങള്, ഭാര്യ ഭർത്താക്കന്മാർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തു വരണം. കാരണം പുറത്ത് നിങ്ങൾ കാണിക്കുന്ന ആ പ്രശ്നം പോലും നിങ്ങളെ മക്കളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. വലിയ മക്കളാണെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞ ആ ഹൈസക്ക് പങ്കെടുത്ത് അതിന്റെ പിൻഭാഗത്ത് നെഞ്ചു പൊട്ടിക്കരഞ്ഞ 15ഓളം പെൺകുട്ടികൾക്ക് 17 വയസ്സിന്റെ മേലെ പ്രായം. 17 പെൺമക്കളും പറഞ്ഞത് എന്താണെന്നറിയോ? വാപ്പയമ്മയും നല്ലോണം ജീവിക്കുന്നില്ല എന്നാ. പല രാത്രിയും വാപ്പയമ്മയും തമ്മിലുള്ള തെറിയും പിണക്കും കേട്ട് മടുത്തിട്ടുണ്ട് ഉസ്താദേ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെ അള്ളാന്റെ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ബെഡ്റൂമിൽ പോയി തീർത്തേച്ച് വരണം, ഒരു രാത്രി നിങ്ങൾ കടത്തരുത്. ഇമാം ഗസാലി പറയുന്ന ഒരു കഥ ഉണ്ട്. ഒരു ഭാര്യ ഭർത്താവിനെ അങ്ങനെ ചീത്ത പറയാ, ഒരു ഭർത്താവ് ഭാര്യനെ. ഇത് കേട്ടപ്പം ഇമാം ഗസാലി ചോദിച്ച ആ ഭാര്യനോട്, അയാൾ ചീത്ത പറയുമ്പോൾ എനിക്ക് തിരിച്ചങ്ങോട്ട് കുറച്ച് എനിക്കും പറഞ്ഞൂടെ? അപ്പൊ ആ പെണ്ണ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനും തിരിച്ചു പറഞ്ഞു തുടങ്ങിയാൽ അത് ഞങ്ങൾ ജയിക്കാനുള്ള ഒരു വർത്താനായി മാറും. പിന്നെ അങ്ങനെയല്ലേ ഉണ്ടായാല്? 1 അറിയും, നമ്മൾ 2 അറിയും, 3 അറിയും, നമ്മൾ 4 അറിയും. അപ്പൊ അവളോട് പറഞ്ഞാ പിന്നെ എനിക്ക് അകത്തേക്ക് അങ്ങ് പോയിക്കൂടെ കേൾക്കാണ്ട്? അപ്പോൾ പറഞ്ഞു, അതിന്റെ ഭർത്താവിന്റെ മുഖത്ത് തല്ലുന്നതിന് അയാളിന്റെ കൈ പിടിച്ചപ്പോഴാണ് എനിക്കൊരു ജീവിതം ഉണ്ടായത്. അല്ലേ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ കല്യാണം കഴിയാത്തൊരു 40 വയസ്സുകാരിനോട് ചോദിച്ചു നോക്കി, ഒക്കെ ജീവിതത്തിന് ഒരു അർത്ഥമല്ല. നിങ്ങൾക്കൊരർത്ഥം ഉണ്ടായത് എപ്പോഴാണെന്നറിയോ? ഒരാണുങ്ങളെ കൈ വന്ന് പിടിച്ചപ്പോഴാ. നാട്ടുകാർ നിങ്ങളെ മാംസത്തിന് വില പറയാത്ത എന്താണെന്നറിയോ? എന്റെ ആണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാ. നീ തോറ്റു എന്ന് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? എന്റെ കെട്ടിയോ മരിക്കുമ്പോഴാ. അതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചാലും, ഭർത്താവ് മരിച്ചുപോയ ഒരു ഭാര്യമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി, ജീവിച്ചിരിക്കുമ്പോൾ അയാളെ വില എത്രയാന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അയാൾ ഇല്ലാണ്ടറിഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ തന്നെയാ തിരിച്ചു ഭർത്താക്കന്മാരും. ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരു കഥ പറഞ്ഞിട്ടില്ലേ? ഭാര്യ മരിച്ചപ്പോൾ അയാൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാരണം എന്താ? 40 വയസ്സ് കഴിഞ്ഞ മുതൽ 30 കട്ടിന്റെ ചോട്ടിലും 30 കട്ടുമലുവാ. അപ്പൊ അങ്ങനെയൊക്കെയാ നിയമം. മക്കളെ കെട്ടിച്ചാ പിന്നെ 30 കട്ടുമലും 30 നിലത്ത് പായില്. മരിക്കുന്നവരെ സ്നേഹിച്ച് ജീവിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ. 85 വയസ്സുള്ള ഒരു ഭർത്താവിനെ പരിചരിക്കുന്നത് 83 വയസ്സുള്ള ഭാര്യ. വിറയ്ക്കുന്ന കയ്യോടെ കഞ്ഞി കോരിക്കൊടുക്കുമ്പം ആ ചിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. ആയ കാലത്ത് സ്നേഹിച്ച സ്നേഹം ആവാത്ത കാലത്ത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിന് മനോഹരം ഉണ്ടാകുക. ഞാനിപ്പം കിതച്ചോണ്ട് ഓടുന്നതിൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ, നാളെ ഞാൻ കിടന്നു പോകുന്നൊരു സമയത്തോളം എനിക്ക് കഞ്ഞി വാരി തരുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ പൂർത്തീകരണമാണ്. അതാഗ്രഹിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും, അത്രക്ക് അധ്വാനിക്കുന്നുണ്ട് ഓരോ ഭർത്താക്കന്മാരും. ഓരോ പണിക്കും അതിൻ്റെതായ വേദനകളും ഉണ്ട്. അതുകൊണ്ട് ഇമാം ഗസാലി ചോദിക്കുന്ന, പിന്നെ എനിക്ക് അകത്തേക്ക് പോയാൽ അത് അയാളെ തോൽപ്പിക്കുന്നതിന് സമാവും. ഉടനെ തന്നെ അയാൾ തിരിച്ചു ചോദിക്കും, ഇമാം ഗസാലി അങ്ങനെയാണെങ്കിൽ ഒരു രാത്രി എനിക്ക് മാറിക്കിടന്നൂടെ? അത് കേട്ടപ്പോ ആ പെണ്ണ് പറയുന്നത് എന്താണെന്നറിയോ? ഒരു ദിവസം മാറിക്കിടന്ന പിന്നെ 2 ദിവസം മാറിക്കിടക്കാനുള്ള തോന്നലുണ്ടായാൽ അത് പ്രശ്നമാവില്ല.
എന്നാൽ പിന്നെയും തോന്നും ഒരു ദിവസം മാറിക്കിടന്ന നോളില്ലാണ്ട് കിടന്നില്ലേ, നാളെയും കിടക്കുന്നതിനെന്താ എന്ന് തോന്നും. ഞാനില്ലാതെ ഒരു രാത്രി പോലും കിടക്കാൻ പറ്റൂല എന്ന് അയാൾക്ക് തോന്നണം. ഇന്ന് അതാണ് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാണ്ടിരിക്കുന്നതും. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ പടച്ചോൻ തരുന്നൊരു പളുങ്ക. അത് ഏറ്റവും മനോഹരമായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടടക്കാൻ ഒരു പൈസ ചെലവുമില്ല, ഒരു ചെലവുമില്ല മനുഷ്യരെ. ഒരു മനസ്സ് തുറന്ന് കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി, അവരോടൊപ്പം ഒന്ന് യാത്ര ചെയ്താൽ മതി. അള്ളാഹുവിന്റെ റസൂൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എങ്ങോട്ടും ദൂരത്തേക്കൊന്നും പോകണ്ട, ഒരുമിച്ച് എവിടെങ്കിലും ചെന്നിരുന്ന് നമ്മൾ പറയാറുണ്ട്, കുടുംബത്തിൽ എന്തൊക്കെയോ ഓനോളും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നല്ലോണം അങ്ങോട്ട് തല്ലി പിറ്റേന്ന് രാവിലെ അവൻ പോകുമ്പോൾ വിളിച്ചറിയാം നമുക്കൊന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാനിട്ടോ. എന്നിട്ട് പുളിക്കൽ അങ്ങാടിയിൽ വന്നിട്ടുള്ള നല്ലൊരു മന്തി ഓർഡർ ചെയ്തിട്ട് ഓനും മുഖത്ത് നോക്കുന്ന അവളും നോക്കുന്നില്ല. മക്കളാവട്ടെ ഇതെന്താ ഇപ്പൊ സംഭവം എന്നുള്ള ബേജാർ റോലി ഇരുന്നിട്ട് വാരിത്തന്ന് പോരുന്നതല്ല ജീവിതം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൈമ കിട്ടുന്ന ഒരു 10 ഉറുപ്പ്യ കൊണ്ട് മക്കളെയും കൂട്ടി റോട്ടുമക്കിറങ്ങി ഒരു ചായയും കുടിച്ചിട്ടില്ലേ, ഒരു കാലി ചായ ഒരു ചായയും കുടിച്ചിറങ്ങി പോരുമ്പോഴൊക്കെ അതൊക്കെ വലിയ സന്തോഷാ. ഞാൻ പറയാറുണ്ട്, എൻ്റെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയും, ഇടക്കിടക്കോളോട് ഞാൻ പറയും, ഒന്ന് അങ്ങാടിയിൽ ഞാനിങ്ങനെ തിരക്കിലാവുമ്പോൾ ഇങ്ങി പോയി ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ. വാങ്ങി തിരിച്ച് പുരയിലെത്തുമ്പോൾ ഞാൻ ഫോൺ വിളിച്ച് നോക്കും, അല്ലേ ഇങ്ങി ചായ അടിച്ചോ? ഇല്ല. എന്തേ എനിക്ക് റോട്ടിന്റെ സൈഡിൽ നിന്ന് ചായ അടിച്ചൂടായിനോ? തോന്നൂല. അത് ഈ പെണ്ണുങ്ങൾക്ക് തോന്നൂല. അതൊരിതാ, റോട്ടിന്റെ സൈഡിലൊക്കെ ഒന്ന് കയറി ഒരു ഹോട്ടലിലൊക്കെ കയറി, അല്ലെങ്കിൽ ഒരു ചെറിയ ചായ മക്കാനി കയറി ഒരു 10 ഉറുപ്പ്യന്റെ ചായ ഒരു 5 ഉറുപ്പ്യന്റെ കായപ്പൊക്കെ അങ്ങനെ ചില്ലും കൂട്ട് കാണുമ്പോൾ അങ്ങനെ പൂതിയായിട്ടേക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ അങ്ങ് പുരക്ക് പോയിട്ടും ഉണ്ടാവും. എന്നാൽ ഭർത്താവിന്റെ കൂടെ പോയി മൂപ്പർ ഓർഡർ ചെയ്യുന്നതൊക്കെ തന്നെയാണെങ്കിൽ അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഞാൻ എൻ്റെ പെണ്ണിന്റെ മുഖത്ത് കണ്ടതുകൊണ്ട് നിങ്ങളോടും പറയാം. പിയാപ്പിളാര് വേക്കൽ കുറച്ചാളുണ്ട്, അതുകൊണ്ട് പറയാ. അധിക ചെലവൊന്നുമില്ല, അതൊക്കെ ഒരു മനോഹര, അതൊക്കെ ഒരു സന്തോഷ. ഓളൊറ്റക്ക് പോകുമ്പോൾ ഒരു പഫ്സിനെ ആദ്യം ചിന്തിക്കുന്ന അറിയോ, ഉള്ളയിലേക്കും ചെറിയ പഫ്സ് ഏതായിരിക്കും നയിക്കും. എന്താ പഠിച്ചോനെ വലിയനങ്ങാൻ 25 ഉറുപ്പ്യാണ്, 25 12 ചായ 30 പോയി കഥ. അതേ സ്ഥാനത്ത് പിയാപ്പിളണ്ട് എന്ത് ചെയ്യും, മൂപ്പര് പറയാം എന്താ വേണ്ടിയ പഫ്സ്, ഒരു പഫ്സ് കൊടുക്കി, അതൊന്നും പോക്കൻ്റെ ഒരു സമാധാനമായിരിക്കും. പൈസന്റെ അല്ല, എന്നാലും മൂപ്പര് വാങ്ങിത്തരും. ഇതൊക്കെയാ മനുഷ്യരെ ജീവിതം. ഇതൊന്നും ഇല്ലാണ്ട് ദുനിയാവിൽ ഇങ്ങനെ ഉള്ള സിനിമയും കണ്ട് സീരിയലും കണ്ട് നിങ്ങൾ ഓനെ കണ്ടുപഠിക്ക്, ഇനി ഓളെ കണ്ടുപഠിക്ക് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തി തിന്ന് കുടിച്ച് ആർക്കോ വേണ്ടി കിടന്നുറങ്ങുക. അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് ഓൻ പള്ളി കുത്തിരുന്ന് ആലോചിക്കുക, ഞാൻ ഓളെ സ്നേഹിച്ചിരുന്നു, ഞാൻ ഓക്കൊരു നല്ല ദിവസം കൊടുത്തിരുന്നു, ഞാൻ ഓളെ മനസ്സറിഞ്ഞ് സന്തോഷിപ്പിച്ചിരുന്നോ. ഇനി ഓൻ മരിച്ചാ ഓള് ആലോചിക്കുക, വാപ്പക്ക് ഞാൻ നല്ലൊരു സ്വൈര്യം കൊടുത്തീനോ, അയാളെ ഞാൻ നല്ലോണം സ്നേഹിച്ചിരുന്നോ. പിന്നെ ആ ഉരുകലും സങ്കടവുമായിട്ട് നമ്മളും അങ്ങ് പോകും. ജീവിച്ചില്ല. കിട്ടുന്നത് 10 ദിവസമാണെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതാ റബ്ബ് പറഞ്ഞതും, മക്കളെ നിങ്ങൾ രക്ഷിതാക്കൾക്ക് കാവലാകണം, മാതാപിതാക്കളെ മക്കൾക്ക് നിങ്ങൾ രക്ഷയാവണം. ഇത് രണ്ടും മുൻനിർത്തി ആഹ്റവും സ്വപ്നം കണ്ട മടക്കം ഏറ്റവും സമാധാനത്തോടെയാകും. ആ ഒരു തിരിച്ചറിവിനാകട്ടെ ഈ ഒരു കൂട്ടായ്മ എന്നോർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.